അവതാരപര്യന്തം പ്രഹ്ലാദചരിതം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം ഭാഗവത പാരായണം സമർപ്പിക്കേണ്ടത്. ആ രീതിയിൽ തന്നെ നമ്മൾ സപ്തമസ്കന്ധം മുഴുവൻ വായിച്ചു തീർക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായവും കൂടിയുണ്ട്. അവിടം വരേക്കെത്തുക പലപ്പോഴും നടക്കാറില്ല. പ്രഹ്ലാദസ്തുതി തന്നെ പിറ്റേ ദിവസം രാവിലെ വായിക്കുന്ന രീതിയാണ്. കാരണം പലപ്പോഴും പകല് പലതും പറഞ്ഞ് സമയം പോകുന്നതുകൊണ്ട് വായിച്ച് തീരാത്ത ഒരവസ്ഥ നമുക്കെല്ലാവർക്കും തന്നെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പ്രഹ്ലാദസ്തുതി കൂടി വായിച്ച് വൈകുന്നേരം സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി പ്രഹ്ലാദനും നാരദനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ഭാഗവതത്തിൽ എവിടെയെല്ലാം തന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. ഇവിടെ വർണ്ണാശ്രമ നിരൂപണമായിട്ടോ സദാചാര നിരൂപണമായിട്ടോ ചതുർവർണ്ണങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെന്ത്, ശൂദ്രനായാലും അതുപോലെ വൈശ്യനോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷത്രിയനോ ബ്രാഹ്മണനോ ആകട്ടെ, ഇവരെല്ലാവരും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളെന്ത്, ആശ്രമധർമ്മം അത് ഈ പറയുന്ന ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം ഇത്യാദി ആ ചതുരാശ്രമങ്ങളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങൾ ഉദ്ധവരോട് ഭഗവാൻ ഏകാദശസ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ അതിനേക്കാൾ ഒന്നുകൂടി ഗഗനഗംഭീരമെന്ന് പറയാം, കുറച്ചുകൂടി വിസ്തരിച്ചു കൊണ്ടാണ് പ്രഹ്ലാദകുമാരനോട് നാരദൻ തന്നെ ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിവിടെ വാസ്തവത്തിൽ സ്മരിക്കേണ്ടത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കഥാഗോളമാണ് ഈ പ്രഹ്ലാദചരിതം. പക്ഷേ അത് ധ്രുവചരിതത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുമ്പോൾ രണ്ടും അതായത് ഈ പറയുന്ന രണ്ട് കഥകളും ധ്രുവചരിതമായാലും പ്രഹ്ലാദചരിതമായാലും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാഗോളങ്ങളായിട്ട് കാണാം. രണ്ടിടത്തും നാരദനെ കാണാം. അപ്പോൾ ഈ എല്ലാ തരത്തിലും നാരദനാണ് ഇതിൻ്റെയെല്ലാം തന്നെ സൂത്രധാരൻ അല്ലെങ്കിൽ അവതാരകൻ. പക്ഷേ രണ്ട് കഥാഗോളങ്ങളും രണ്ട് തട്ടിൽ രണ്ട് തരത്തിൽ നിൽക്കുകയാണ്. എല്ലാ തരത്തിലും ഈ കയാധു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിൻ്റെ ധർമ്മപത്നി അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവളിൽ പ്രവേശിച്ചിരിക്കുന്ന ഭ്രൂണത്തെയെല്ലാം തന്നെ മെരുക്കിയെടുത്ത് ഭക്തിയുടെ ഒരു പ്രത്യേക സ്വരൂപം തന്നെയാക്കി തീർക്കുന്ന ഭക്തിയുടെ തന്നെ മൂർത്തിവത്ഭവമായിരിക്കുന്ന നാരദൻ്റെ ആ കൈകാര്യം ചെയ്യുന്ന രീതിയെല്ലാം തന്നെ ഇവിടെ പ്രഹ്ലാദൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സപ്തമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലും വളരെയേറെ പ്രസ്താവ്യമായ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പലതും ഈ സപ്തമസ്കന്ധത്തിലും കാണാം. ആദ്യം മുതൽ ഇന്ന് വായിച്ച ആ സന്ദർഭം വരേക്കുള്ള കാര്യങ്ങൾ ഒരു പിന്തിരിഞ്ഞു നോട്ടവും ഒരു എത്തിനോട്ടവും ഒരു പ്രത്യേക പര്യടനവും ഒരു വിഹക വീക്ഷണവും നമുക്ക് ആവശ്യമാണ്. കാരണം ഈ സപ്തമസ്കന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം കുറിക്കുന്നത് തന്നെ രാജസൂയവേള അല്ലെങ്കിൽ ആ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ടാണ്. രാജസൂയ വേദിയിൽ ഭഗവാന് സദാ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാല ദേഹത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ഭഗവാന്റെ ശരീരത്തിലേക്ക് സംക്രമിക്കുന്നത് കണ്ടപ്പോൾ ധർമ്മപുത്രർക്ക് അതിശയം തോന്നി. അവിടെയും നാരദനോട് ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ നാരദൻ ഭാഗവത്തിൽ ഉടനീളം കാണുന്ന ദേവഗുരു, ഋഷിപരമ്പരയിൽ വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന ഗുരു, നമ്മെ എല്ലാവരെയും ഇത്തരത്തിൽ ആധ്യാത്മിക വിഷയത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന ഗുരു, അദ്ദേഹമാണ് അവിടെയും അതിന് മറുപടിയായിട്ട് സപ്തമസ്കന്ധത്തിൽ ഹിരണ്യകശിപുവിൻ്റെ കഥയും പ്രഹ്ലാദചരിതവും എല്ലാം തന്നെ അവതരിപ്പിക്കുന്നത്. ചോദ്യം തൊടുത്തുവിട്ടത് രാജസൂയ വേദിയിലാണ്, അഥവാ അതിനെപ്പറ്റിയാണ്. അപ്പോൾ ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരം എന്ന് പറയുന്ന പൂർണ്ണാവതാരം നടക്കുമ്പോൾ വൈകുണ്ഠവാസികളായിരുന്ന അല്ലെങ്കിൽ കാവൽക്കാരായിരുന്ന രണ്ടുപേരിൽ ഒരുത്തൻ ഈ പറയുന്ന ശിശുപാലനായിട്ട് ജനിച്ചവന് ഗതി കിട്ടുന്നൊരവസ്ഥയും ദന്തവക്രൻ എന്ന് പറയുന്ന അപരൻ അയാൾക്കും ഈ പറയുന്ന രീതിയിൽ ഗതി കിട്ടുന്നൊരവസ്ഥയും കണ്ടിട്ട് അതിശയിച്ച ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് സപ്തമസ്കന്ധം നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഈ സപ്തമസ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാര സ്വരൂപം നരസിംഹമാണ്. 2 അവതാരങ്ങൾ ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഭാഗവതത്തിൽ 2 പ്രധാനപ്പെട്ട അവതാരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു. അവതരിപ്പിക്കുന്നത് രണ്ടും എവിടെ നിന്ന് എന്ന് ചിന്തിക്കുക. 3ആയിട്ട് നിൽക്കാതെ ഒന്നായിട്ട് തീരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭഗവാൻ അവിടെ തൂൺ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദകുമാരൻ്റെ വാക്ക് സത്യമാക്കി തീർക്കുന്ന രീതിയിലാണ് ഭഗവാൻ പ്രവർത്തിച്ചത്. പക്ഷേ അവിടെയെല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം തന്നെ വീക്ഷിക്കുന്നൊരു കഥാപാത്രവും കൂടിയുണ്ട്, അതായത് ജീവൻ. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന ആത്മഭാവം അത് വാസ്തവത്തിൽ പ്രഹ്ലാദകുമാരനിലുമുണ്ട്, ഈ പറയുന്ന നരസിംഹ ഭഗവാനിലുമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന മടിയിൽ കിടന്ന് മാരണം പിളർക്കപ്പെട്ട ആ കഥാപാത്രത്തിനുമുണ്ട് ജീവൻ. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന
ആ സംഗതിയെ, ആ സ്ഥിതിവിശേഷത്തെ, സത്യമായിരിക്കുന്ന സത്തായിരിക്കുന്ന ആ ജീവൻ എന്ന് പറയുന്ന പരമാർത്ഥ വസ്തുവിനെ വിശകലനം ചെയ്യലാണ് ഭാഗവതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജഗത്തെന്ത്, ഈശ്വരനാല് ജീവനെന്ത്? ജീവൻ, ജഗത്ത്, ഈശ്വരൻ. അപ്പോൾ ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്ന് പറയുന്ന മൂന്ന് തട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള മൂന്ന് അവസ്ഥകളെയും മൂന്ന് തട്ടിലുള്ള തരത്തിലുള്ളവരെയും വിശകലനം ചെയ്തുകൊണ്ട് ഈശ്വരാന്വേഷണം നടത്തുന്ന രീതിയാണ് ഭാഗവത്തിൻ്റേത്. ഇന്നത്തെ വിഷയം തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ വിഷയം തന്നെ മൃത്യുമൃത്യം നമാമ്യഹം. നമ്മളെല്ലാവരും തന്നെ കാക്ഷിക്കുന്നത് മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തന്നെ. ഇപ്പം രാവണനായാലും കുംഭകർണനായാലും ഇനി ഹിരണ്യാക്ഷനായാലും ഹിരണ്യകശുവായാലും അവരെല്ലാവരും തപസ്സനുഷ്ഠിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ബ്രഹ്മദേവനോട് ചോദിക്കുന്നത് എന്താ? മരിക്കരുത്. അജയ്യമായിരിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളൊരു പ്രാർത്ഥന പലപ്പോഴും ഇവർക്ക് അത് വരമായിട്ട് കിട്ടുന്നില്ല. ജനിച്ചാൽ മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെയെല്ലാം. ജാതസ്യഹി ധ്രുവോ മൃത്യുധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാരാർത്ഥേ നത്വം ശോചിതമർഹസി എന്ന് ഗീത. അപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചതുകൊണ്ട് മരിച്ചേ മതിയാവും, മരണം സുനിശ്ചിതം. അപ്പോൾ അങ്ങനെ സുനിശ്ചിതമായിരിക്കുന്ന മരണത്തെ അതിജീവിച്ചുകൊണ്ട് മരണമില്ലാത്തൊരവസ്ഥ വരമായിട്ട് ചോദിച്ചാൽ ആർക്കും കൊടുക്കുന്നില്ല, എങ്ങും കൊടുക്കുന്നില്ല. ബ്രഹ്മദേവനാണ് ഈ വരം കൊടുക്കുന്ന ആള്. എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്ന ത്രിമൂർത്തികളിൽ ബ്രഹ്മദേവനാണ് അതിന് കേമൻ. അദ്ദേഹം പോലും ഈ പറയുന്ന മരിക്കാതിരിക്കുന്നൊരവസ്ഥ കൊടുക്കുന്നില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് എന്ത് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു വിദ്യയാണ് ഭാഗവത്തിലുള്ള. മരിക്കുന്നത് എന്താ, മരിക്കാത്തത് എന്താ? അപ്പോൾ മരിക്കുന്നതും മരിക്കാത്തതും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ഇവിടെ മൃത്യുമൃത്യം നമാമ്യഹം എന്നൊരു സബ്ജക്റ്റ് ഇട്ടതും. ഈ സപ്തമസ്കന്ധത്തിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന നരസിംഹാവതാരത്തിലൂടെ ആ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ടതും കിട്ടുന്നതും മരിക്കാതിരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഈ വിഷയം മനസ്സിലാക്കിയെങ്കിൽ ആരും സനാതനം എന്ന് പറയുന്ന വാക്കിനെ അധിക്ഷേപിക്കുകയില്ല. സനാതനം എന്ന് പറയുന്ന വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന വാക്ക്, അത് മനസ്സിലാക്കാൻ എന്താ വിമുഖത? ദേവീഭാഗവത്തിലും വളരെ വ്യക്തമായിട്ട് ഞാൻ താനിൽ ഇതെല്ലാം എല്ലാം സനാതനം എന്ന് പറയുമ്പോൾ സർവം ഖല്ലിതമേവാഹം നാണ്യതസ്തി സനാതനം എന്നിങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴോട് സനാതനം എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സനാതനം ശാശ്വതമായത്, ഒരിക്കലും നശിക്കാത്തത്, ചിരസ്ഥായിയായിട്ട് ഈ പ്രദേശത്ത് ഈ പ്രപഞ്ചത്തിലുള്ളത്, അത് എന്ത് എന്നുള്ളതാണ് വാസ്തവ സനാതന ധർമ്മത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈശ്വരനെ കണ്ടുപിടിക്കുക. ആ ഈശ്വരൻ എന്ന് പറയുന്നത് അന്യനല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകുമാർ തന്നെ വേദിയിലിരിക്കുന്ന ആചാര്യൻ അദ്ദേഹം തന്നെ ഒരു ചോദ്യം ചോദിച്ചു. പ്രസംഗിച്ച് നമ്മൾ നിരീശ്വരത്വത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഈശ്വരനെയെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് വീണ്ടും കുംഭകർണാദികളുടെ കൂട്ട്, അല്ലെങ്കിൽ രാവണാദികളുടെ കൂട്ട്, അല്ലെങ്കിൽ ഹിരണ്യകശിപുക്കളെ അവരെ പോലെ നമ്മൾ നിരീശ്വരം അല്ലെങ്കിൽ എത്തീസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നാസ്തികന്മാരായിട്ട് മാറുമോ എന്നൊരു ചോദ്യം. ഇവിടെ വാസ്തവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ അടിച്ചുറപ്പിച്ച് പഠിക്കേണ്ടത്, ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ അന്യല്ല എന്ന് പറയുമ്പോൾ ഈശ്വരനെ നിഷേധിക്കുന്ന പോലെ തോന്നും. ഭക്തിപ്രസ്ഥാനത്തിൽ, ഇടക്കാലത്തുണ്ടായ ഭക്തിപ്രസ്ഥാനത്തിൽ ഈശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഭക്തിയോടുകൂടി ആരാധിക്കുന്ന സമ്പ്രദായം വന്നു. ചൈതന്യ മഹാപ്രഭുവായാലും മീരാദേവിയായാലും കേരളക്കരയിലെ പൂന്താനാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുറൂരമ്മയോ ഇവരെല്ലാവരും തന്നെ ഭക്തിയോടുകൂടി ഈശ്വരനെ സേവിക്കുമ്പോൾ അവിടെ പ്രതീകമായിട്ട് ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം വന്നു. അത് നമ്മുടെ ഇടയിൽ താന്ത്രിക മാന്ത്രിക വിഷയങ്ങൾ വന്നപ്പോഴും ഭക്തന്മാര് അല്ലെങ്കിൽ ഉപാസകന്മാര് പൂജകന്മാര് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായം വന്നു. രണ്ടായിട്ട് നിൽക്കുന്നൊരു ഗതികെട്ടൊരവസ്ഥ വന്നു. വാസ്തവത്തിൽ ഈശ്വരനെ കെട്ടിപ്പിടിക്കുമ്പോഴും, അതായത് ഈ പറയുന്ന വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ആശ്ലേഷബദ്ധമായിട്ടിരിക്കുമ്പോഴും രണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥ അവിടെ അവശേഷിക്കുകയാണ്. വേറൊരു രീതിയിൽ ഇതിലേക്ക് നമുക്ക് കടക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത് അറിയേണ്ട കാര്യം സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പറയുന്ന കാമസൂത്രം എഴുതിയ വാത്സ്യായനെ പോലെ സുഹൃത്തുക്കളായിട്ടുള്ള ഋഷീശ്വരന്മാര് അവർ വാസ്തവത്തിൽ നിന്ദിച്ചില്ല ഈ പറയുന്ന ഗൃഹസ്ഥാശ്രമധർമ്മത്തെ. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ദാമ്പത്യ ജീവിതത്തെ, അതിലൂടെ ഉടലെടുക്കുന്ന ഒരു കുട്ടിയുടെ ജന്മത്തെ, അതിലൂടെ വളർന്നു വരുന്ന ഒരു പരമ്പരയെ അവർ വളരെയേറെ ശ്ലാഘിച്ചു. ആധ്യാത്മികവശം മുറ്റിനിൽക്കുന്ന ഒന്നായിട്ട് പ്രകീർത്തിച്ചു. അവിടെ കാണുന്ന ആശ്ലേഷബദ്ധമായിരിക്കുന്നൊരവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുമ്പോൾ പുരുഷപ്രകൃതികൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാര് അവരിങ്ങനെ ആശ്ലേഷബദ്ധമായിട്ടിരുന്നു കൊണ്ട് ഒന്നായിട്ട് തീരുന്നൊരവസ്ഥ, അവിടെ മാത്രമേ ആധ്യാത്മികതയുള്ളൂ. അവിടെ വാസ്തവത്തിൽ ആരില്ല, ഭർത്താവില്ല, ഭാര്യയില്ല.
അപ്പോൾ ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവരെന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇല്ലാതെ അവിടെ ഇഴുകിച്ചേർന്ന് ഒഴുകി കിടക്കുന്ന ഒന്ന് എന്ന് പറയുന്ന അദ്വൈതത്തിൻ്റെ അനുഭൂതി കരഗതമാകുന്ന അവസ്ഥയിൽ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തനില്ല, ഭഗവാനില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ആ ഈശ്വരൻ എങ്കേ എന്ന് ചോദിച്ചാൽ തപ്പിത്തടഞ്ഞ് നടന്നിട്ട് കിട്ടുന്ന ഒന്നല്ല എന്ന് മനസ്സിലായി. തപ്പിത്തറയാതെ കുത്തിയിരുന്ന കൊണ്ട് നമ്മളിൽ തന്നെയുള്ള ഈശ്വരനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷബദ്ധമായിരിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ ആ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഉണ്ടാകുന്ന ആ സ്ഥിതിവിശേഷം, അവിടെയാണ് വാസ്തവത്തിൽ ഈശ്വരത്വം, നിരീശ്വരത്വം, ആസ്തികത, അതുപോലെ തന്നെ ഈ പറയുന്ന ഈശ്വരനില്ല എന്നെല്ലാം തന്നെ പറയുന്ന എല്ലാം തന്നെ നാസ്തികതയൊക്കെ വന്നു. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്രമാത്രം കടന്നു ചിന്തിച്ചു നമ്മുടെ ആർഷസംസ്കാരത്തിലെ ഋഷീശ്വരന്മാര്. സെമറ്റിക് മതങ്ങൾക്ക് സാധിച്ചില്ല. ഇവിടെ നിന്ന് പൊട്ടും പൊടിയുമെല്ലാം തന്നെ എടുത്തുകൊണ്ടുപോയി അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പലതും കാട്ടിക്കൂട്ടിയ അവർക്ക് പോലും യഥാർത്ഥത്തിൽ എന്താണ് ഈ അദ്വൈതത്തിൻ്റെ അനുഭൂതി എന്ന് മനസ്സിലായില്ല. അദ്വൈതത്തിൻ്റെ അനുഭൂതി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്ന് നമ്മൾ പറയും. എന്താ കാരണം? അദ്വൈതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്ന് പിന്നെ അനുഭൂതി എന്ന് പറയുന്നൊരവസ്ഥയില്ല. അനുഭൂതി നടത്തുന്ന, അനുഭൂതി ലഭിക്കുന്ന ഒരു വ്യക്തിയില്ല, അയാൾ ഇല്ലാതെയായി കഴിഞ്ഞു. തത്വം, അസി എന്ന് പറയുന്ന ആ രണ്ട്, തത്വം എന്ന് പറയുന്ന രണ്ടും അത് ഇല്ലാതെയാവുകയാണ് ആസിപദത്തിലൂടെ. നീ എന്ന് പറയുന്ന ഈശ്വരനും ഞാനെന്ന് പറയുന്ന ജീവാത്മാവും അവർ രണ്ടുപേരും ഇങ്ങനെ എഴുതിച്ചേരുമ്പോൾ രണ്ടും വാസ്തവത്തിൽ ഇല്ലാതെയാവുകയാണ്. ഐഡന്റിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിഗതമായിട്ടുള്ള സംഗതികളെല്ലാം തന്നെ സമഷ്ടിയിലേക്ക് കടന്നു വന്നില്ലാതെയാകുന്ന രീതി. കേട്ടോ, രണ്ട് വാക്കുകൾ, വ്യക്തിഗതമായ, വ്യഷ്ടിഗതമായ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ ആശ്ലേഷിച്ചു വരുമ്പോൾ സമഷ്ടി എന്ന് പറയുന്ന സമഗ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഇൻഡിവിജ്വാലിറ്റി അതെല്ലാം തന്നെ പോയി എന്ന് കുടം തച്ചുടച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ വിഷയം നമുക്ക് പഠിപ്പിക്കുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശരീരത്തെ ഉടയ്ക്കുന്ന രീതിയിൽ കുടത്തെ അങ്ങനെ തച്ചുടയ്ക്കുന്ന സന്ദർഭത്തിൽ ആകാശം എന്ന് പറയുന്ന ഏറ്റവും പ്രപഞ്ച ഈ വളരെ വിസ്തൃതമായിരിക്കുന്ന ആകാശതലത്തിലേക്ക് കടക്കാൻ ഏതാണ് തടസ്സം? കുടമാണ്. ശരീരം തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ട് ശരീരത്തെ തച്ചടച്ച് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഒന്നേ ഉള്ളത് ആകാശമാണ്. ആകാശം എന്ന് പറയുന്ന ഒന്നല്ലാതെ അവിടെ പരമാകാശം അല്ലെങ്കിൽ വലിയ ആകാശം, ഘടാകാശം, കൊടാകാശം, ഇങ്ങനെ ആകാശങ്ങളില്ല. അവിടെ ജീവാത്മാവ്, പരമാത്മാവ് എന്ന് പറയുന്ന രണ്ടവസ്ഥ കൊടുക്കാൻ പാടില്ല. എന്തേ കാരണം? ഈ രണ്ട് എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കിയില്ല. നമ്മൾ രണ്ടായിട്ട് നിൽക്കുമ്പോൾ ദ്വൈതഭ്രമം എന്നാണ് പറയുക. രണ്ടായിട്ട് നിൽക്കുമ്പോൾ അവരെ പറയുന്ന അസുരന്മാരെന്നാണ്. ദിതിയുടെ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ അമ്മ രണ്ട് എന്ന് കണ്ടുവരുന്ന ആ അമ്മ, അവളുടെ ഗർഭത്തിലൂടെ ജനിച്ച ദൈത്യന്മാരെല്ലാം അസുരന്മാരാണ്. അപ്പോൾ രണ്ടാകാതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈശ്വരനെവിടെ? അപ്പൊ എല്ലാ തരത്തിലും ആ അവസ്ഥയിലേക്ക് നയിക്കുന്ന കഥാഗോളങ്ങളാണ് ഈ അവതാരങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ എന്തു വേണം? ആദ്യം ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭർഭുവസ്വപതയേ ഭൂപതിത്വം മേ ദേഹിതാപയ ജപിച്ച് 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 എനിക്ക് അപ്പുറത്തെ ആ വസ്തു കിട്ടണം, അല്ലേ? അപ്പുറത്തെ വസ്തു കിട്ടാനായിട്ട് കണ്ണൂത്ത് ഭഗവാനും ഒരടി വണ്ണ്. അപ്പോൾ അതേ അപ്പുറത്തെ വസ്തു വ്യക്തിഗതമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ വീടൊക്കെ വെച്ച് വലുതായി വരുമ്പോൾ അയൽവക്കക്കാരൻ്റെ ഒരു 10 കണ്ടുണ്ട്, അതും കൂടി കിട്ടിയാൽ കൊള്ളാം. അവനെ വീർപ്പ് പൊട്ടിക്കും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുക്കി ഇട്ട് അവർ ശ്വാസം മുട്ടിച്ച് ആ വസ്തു സ്വന്തമാക്കാനുള്ള പ്രവണത. അപ്പോഴും ജപിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വരാഹരൂപായ ഭർഭുവസ്വതേ ഭൂപതിത്വം മേ ദേഹി തഥാപയ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ. അപ്പൊ ഇത്തരത്തിൽ എല്ലാവരും തന്നെ അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണെന്ന് തോന്നും. പക്ഷേ അതുകൊണ്ടാണ് അതിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ജപിച്ച് ശീലിക്കണം. അവിടെ ഈ ഭൂമി എന്ന് പറയുന്ന ശരീരത്തെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണത്. മന്ത്രം തന്നെ മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ്. മനനാൽ ത്രായതേ ഇതി മന്ത്ര. നമ്മൾ കുത്തിയിരുന്ന് ജപിച്ചുകൊണ്ട് മനനം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ത്രാണനത്തിന് വേണ്ടിയിട്ടാണ്. ശരീരം എന്ന് പറയുന്ന ഭൂമി ദുഷിച്ചു പോകാതിരുന്ന് അതിലൂടെ നമ്മൾ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഈശ്വരീയ ഭാവം അല്ലെങ്കിൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ജീവാത്മതത്വം അത് വാസ്തവത്തിൽ ഒരിക്കലും നശിക്കാതെ കേടുവരാതെ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ശരീരത്തെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മന്ത്രം ജപിക്കുന്നത് എന്തിനാ? ഭൂമി കിട്ടാനല്ല, ശരീരത്തെ തന്നെ സുദൃഢമാക്കി വെച്ചുകൊണ്ട് ചത്താലും പോകാത്തൊരു തിരുവാഴ്ത്താനെ പോലെ ജീവിക്കാനുമല്ല. ചത്താലും പോകാത്ത തിരുവാഴ്ത്തന്മാർ ഇഷ്ടം പോലെയുള്ള നാടാണ് നമ്മളുടേത്. മരിച്ചു പോയാലും കാരണം വിൽപ്പത്രം എഴുതി വെച്ചും അങ്ങനെ ഓരോരോ പ്രമാണങ്ങൾ എഴുതി വെച്ചും ഊരാക്കുടുക്കുകൾ സൃഷ്ടിച്ചും കൊണ്ട് പരമ്പരയെ ദ്രോഹിക്കുന്ന സമ്പ്രദായത്തിൽ മരിച്ചാലും പോകാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ പിന്നെ ശരീരത്തിലേക്ക് കയറാതെ അതിനോട് ഗുഡ് ബൈ പറഞ്ഞ് എനിക്ക് ശരീരം വേണ്ട 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 എന്നുള്ള മട്ടിൽ സൂക്ഷ്മതലത്തിൽ ഇങ്ങനെ വർദ്ധിക്കുന്ന ഈശ്വരനുമായിട്ട് യോജിച്ചുകൊണ്ട് താനും സൂക്ഷ്മതലത്തിൽ തന്നെ കുത്തിയിരിക്കുന്നൊരവസ്ഥ അത് സമ്പാദിക്കലാണ് വാസ്തവത്തിൽ മന്ത്രങ്ങളുടെ ലക്ഷ്യം. അവിടെയാണ്
ഈ ശരീരത്തെയും നമ്മുടെ സംസ്കാരം, ആർഷ സംസ്കാരം, സനാതനധർമ്മം മൂന്നായിട്ട് പറഞ്ഞു. സ്ഥൂല ശരീരം, എൻ്റെയും നിങ്ങളുടെയും ഈ സ്ഥൂലമായിരിക്കുന്ന തടിച്ചു കൊഴുത്ത ശരീരം. ഈ തടിച്ചു കൊഴുത്ത ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, സപ്താഹവേദിയിൽ ഓടി നടക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ സ്ഥൂല ശരീരം കൊണ്ട് സാധിക്കുന്ന സൂക്ഷ്മം എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ശരീരത്തിനില്ലേ? സൂക്ഷ്മ ശരീരം. ഇതെല്ലാം തന്നെ കഴിഞ്ഞ് കാരണമായിരിക്കുന്ന ഈ ശരീരത്തിനെല്ലാം തന്നെ ഇടവരുത്തിയിരിക്കുന്ന ആ കാരണശരീരത്തെയും കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ സംസ്കാരം നമ്മളെ വളർത്തുന്നത്. 3 വിധമായിട്ട്, ത്രിവിധങ്ങളായിട്ടുള്ള ശരീരങ്ങൾ. ത്രിവിധങ്ങളായിട്ടുള്ള ഈ അവസ്ഥാത്രയത്തെ പോലെ തന്നെ ഇവിടെയും വാസ്തവത്തിൽ 3 തരത്തിലുള്ള ശരീരത്തെ പറയുന്നു. എന്തിന്? സ്ഥൂല ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടി വീണ്ടും വീണ്ടും അധപ്പതിക്കാതിരിക്കുക, സൂക്ഷ്മതലം എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കാരണമായിട്ടുള്ള ഈശ്വരതത്വത്തിലേക്കും നമ്മൾ കിടക്കുക. അപ്പോൾ ഈ കാരണശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം എന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഈശ്വരതത്വത്തെയും വിശകലനം ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് അന്യമല്ല ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന നിരീശ്വരത, അല്ലെങ്കിൽ ഈശ്വരനില്ലാത്തൊരവസ്ഥ. അങ്ങോട്ടേക്ക് ഭാഗവതം കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ജപിച്ച് ശീലിക്കുന്നത് എന്താ? വരാഹാവതാരം ആദ്യം തന്നെ എഴുന്നള്ളി വന്നു. വരാഹാവതാരം വന്നിട്ട് ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ കൊന്നു. നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വരുന്നുണ്ട്. ഹിരണ്യത്തിൽ കണ്ണുകൾ ഇങ്ങനെ തറപ്പിച്ചു വച്ചിരിക്കുന്ന, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണത്തിൽ കണ്ണ് തറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കൊന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോഭമില്ലാതെയാകട്ടെ എന്നാണ് അർത്ഥം. ലോഭം എന്തെന്നില്ലാത്തൊരു ആസക്തി. സ്വർണം എന്ന് പറയുന്ന വിലപിടിപ്പുള്ളൊരു സാധനത്തോട് എന്തെന്നില്ലാത്തൊരു താല്പര്യം വെച്ച് പുലർത്തിക്കൊണ്ട് ലോഭമൂർത്തികളായിട്ട് മാറല്ലേ എന്ന നിർദ്ദേശമാണ്. അപ്പോൾ വരാഹാവതാരത്തിൽ സുന്ദരമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ സ്വർണത്തിൻ്റെ പിന്നാലെ പോകരുത്. ഇവിടുത്തെ എല്ലാ ജ്വല്ലറികളും അടച്ചുപൂട്ടണം, അല്ലാതെ നിവൃത്തിയില്ല. കാരണം അത് ഉള്ളിടത്തോളം കാലം നമ്മളിങ്ങനെ പേ പിടിച്ച് കിടക്കും. ഭീമേൻ കൊള്ളാം, അർജുനും കൊള്ളാം. അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെയുള്ള ജ്വല്ലറികളെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ആഭരണങ്ങൾ വരുന്നത്. ടി വിയിൽ പരസ്യം കാണുമ്പോൾ ആഭരണമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. വാസ്തവത്തിൽ ശരീരത്തിൽ തുണിയില്ല. അവിടെ ഇവിടെയൊക്കെ തോണ്ടിമാന്തിയൊക്കെ ഓരോ വസ്ത്രം ഇങ്ങനെ തൊടിയിച്ചു വെച്ചിട്ട് സ്വർണം കൊണ്ട് മൂടിയിരിക്കുക. അത് ഭാഗ്യം. അപ്പോൾ എല്ലാ തരത്തിലും ഞാൻ പറയുന്നൊരു ഗോളക ഈ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. മുഖത്തിനൊരു മൂടി, അത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ദ്വാരയിട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ അത്തരത്തിലൊരു മുഖം മൂടി, അതിനുള്ള ഗോളക, മുഖത്തിനൊന്ന്, ശരീരത്തിന് വേറൊന്ന്. അപ്പോൾ ഇത്തരത്തിൽ സ്വർണം കൊണ്ട് മൂടി അത്രയും നല്ല. അതാണ് ഹിരണ്യാക്ഷൻ. അപ്പോൾ ഹിരണ്യകശിപുവും വ്യത്യസ്തനല്ല. അയാൾക്കും ഈ സ്വർണത്തോട് എന്തെന്നില്ലാത്ത പ്രതിപത്തി. അപ്പം നമ്മൾ ആരും തന്നെ ഈ സ്വർണത്തിൻ്റെ നേർക്ക് കണ്ണും വെച്ചുകൊണ്ട് അമിതമായിരിക്കുന്ന ആഗ്രഹങ്ങൾ, ആശകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ലോഭമൂർത്തികളായിട്ട് മാറരുത് എന്ന് നല്ലൊരു രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ 2 അവതാരങ്ങളും. ലോഭം എന്ന് പറയുന്നത് അടിച്ചമർത്താൻ ബുദ്ധിമുട്ടാണ്. 2 രൂപത്തിൽ അവതരിക്കുന്ന ജൈവിജയന്മാരെ ജനിക്കുന്നവരെ ആ 2 രൂപം സ്വീകരിച്ചു വന്ന 2 പേർക്കും സ്വർണത്തിൻ്റെ നേർക്ക് പ്രതിപത്തി എന്ന് പറയുമ്പോൾ ലോഭത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരെ അജ്ഞാനത്തിൻ്റെ 2 മുഖങ്ങളായിട്ടും പറയാം. ആവരണമെന്നും വിക്ഷേപമെന്നും പറയുന്ന രീതിയിൽ അവർ പോറുകയാണ്. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട്. അവർ അവിടെ നിന്നപ്പോൾ അവർ ആവരണവും വിക്ഷേപവുമായിരുന്നില്ല. കേട്ടോ നിങ്ങളാവോ? അവർ ഈ വൈകുണ്ഠത്തിൻ്റെ വാതുക്കൽ ചുവൽക്കോലും പിടിച്ചുകൊണ്ട് ഭഗവാന് കാവൽക്കാരായിട്ട് നിന്ന സമയത്ത് അവർ അജ്ഞാനത്തിൻ്റെ 2 മുഖങ്ങളായിരുന്നില്ല. അവർ ഭക്തിയുടെ 2 ഭാവങ്ങളായിരുന്നു, ജ്ഞാനവും വൈരാഗ്യവും. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളായിരുന്നവർ തരം താണപ്പോൾ, താഴത്തേക്ക് ഉരുണ്ടു വീണപ്പോൾ, അധപ്പതിച്ചപ്പോൾ, അതാണ് നല്ല വാക്ക്. നമ്മളെല്ലാവരും തന്നെ അധപ്പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകും? ഹിരണ്യാക്ഷനാകും, ഹിരണ്യകശിപുവാകും. അപ്പോൾ ലോഭം എന്ന് പറയുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 കൂട്ടം കാര്യങ്ങൾ, അത്തരത്തിലുള്ള ലോഭത്തോട് എന്തെന്നില്ലാത്ത താല്പര്യം വരും. 2 മൂർത്തികളായിട്ട് വന്നു. അവരെ 2 രൂപത്തിൽ ഭഗവാൻ വന്ന് നിഗ്രഹിച്ചു എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ലോഭത്തിൻ്റെ പിന്നാലെ പോകല്ലേ. ലോഭത്തിൻ്റെ പിന്നാലെ പോയാൽ ഈശ്വരൻ 2 പ്രാവശ്യം അവതരിക്കേണ്ടി വരും. അവിടെ വരാഹമായിട്ടും നരസിംഹമായിട്ടും അവതരിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന്. ഒരു കാര്യവും കൂടി ചോദിച്ചോളട്ടെ. ഇന്ന് എവിടെയോ ഇങ്ങനെ വിളിച്ചപ്പോൾ പറയണ കേട്ടു, ഇന്ന് അമൃതാനന്ദമയിയുടെ ഒരു 10-20 പേര് വന്നിട്ട് ലളിതാ സഹസ്രനാമം വായിക്കുന്നു എന്നൊക്കെ ആരോ ഏത് ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു. അതേ രീതിയിൽ ഈ പറയുന്ന ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അത് വാസ്തവത്തിൽ ഭഗവാൻ ത്രിപുരന്മാരെ ദഹിപ്പിച്ച ഭഗവാൻ എന്തേ കാമാസുരൻ അല്ലെങ്കിൽ കാമദേവനെ കൊന്നിട്ട് ആ കാമദേവൻ എന്തേ അവിടെ വെച്ച് നശിക്കാഞ്ഞത്? വീണ്ടും എന്തിനാ തലയെടുത്ത് ഒരു അസുരനായിട്ട് വന്നത്? അപ്പൊ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കണം. കാമമായാലും ക്രോധമായാലും ലോഭമായാലും മതമായാലും മാത്സര്യമായാലും ഇതെല്ലാം തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ.
ഭാഗവതത്തിൻ്റെ പ്രഥമ കർത്തവ്യം അതാണ്. നമ്മൾ എളുപ്പത്തിൽ പറയുക എല്ലാം തന്നെ ഇങ്ങനെ അടിച്ചമർത്തി ജയിച്ച് വിജയശ്രീലാളിതരായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാമെന്നൊക്കെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓരോന്നിങ്ങനെ തലപൊക്കി വരുമ്പോൾ അവിടെയെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അവശേഷിക്കും. ഇന്നിപ്പോൾ 2 പിള്ളേര്, അതിലൊന്നൊരു പട്ടര, അപ്പോൾ ഞാനും പട്ടര അല്ലേ പേരുകൊണ്ട്. അപ്പോൾ ഏതായാലും അയാളും ഈ ഫെഡറൽ ബാങ്കിൽ ഉദ്യോഗസ്ഥൻ, അയാൾക്കും വാസ്തുശീ വിദ്യാസമ്പ്രദായം അത് ഇത്. അപ്പോൾ ഈ ബ്രാഹ്മിൻസിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണന്മാർ, അവർ ക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കും. അതായത് അവരുടെ പൂജകളൊക്കെ കേമമായിരിക്കും, ഒച്ചത്തിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ട് അതിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകും. വേറൊരു പയ്യൻ, ഒരു വാര്യർ കുലത്തിൽപ്പെട്ട ഒരു പയ്യനാണെങ്കിൽ അയാൾ ഈ ശ്രീ വിദ്യാസമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട്. അയാൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഉയർന്നു വരുന്നു എന്നിങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ പറയുകയാണെന്ന് ഗണപതി ഹവനം പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ടോ നിങ്ങളോ? ഗണപതി ഹവനം പഠിപ്പിച്ചു തരാമെന്ന് എവിടം വരെ എത്തിയേക്കാനോന്നറിയാമോ? ജപിച്ച് ശ്രീവിദ്യാമന്ത്രം ജപിച്ച്, വാരാഹി മന്ത്രം ജപിച്ച്, അങ്ങനെ മന്ത്രങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്ന് ജപിച്ച് ആ സമ്പ്രദായത്തിൽ ഇങ്ങനെ കയറിപ്പോകാൻ കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉടനെ ഉരുണ്ട താഴത്തേക്ക് വീണ് ആവശ്യപ്പെടുക, എനിക്ക് ഗണപതി ഹവനം പഠിക്കണമെന്നുണ്ട്. നമ്മൾ ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മൾ വളർന്ന് ഈ പറയുന്ന രീതിയിൽ മരണത്തോടെ അടുത്തു, ഏതായാലും വയസ്സായി. ആ വയസ്സായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കും. അപ്പോഴാണ് മണി കൊട്ടാൻ പോവുക, അപ്പോഴാണ് ഈ പറയുന്ന പത്മ ഉണ്ടാക്കുക, അപ്പോഴാണ് ഈ പറയുന്ന അതും ഇതൊക്കെ വാരി വെച്ചുകൊണ്ട് ഇങ്ങനെ പൂജിച്ച് അർച്ചന നടത്തുക. ഒരു പരിധി കഴിഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സംഗതികളെല്ലാം തന്നെ ഉപേക്ഷിച്ച മട്ടിലേക്ക് എത്തിയ ഒരു സാധകൻ വീണ്ടും തരംതാണ് ഇത്തരത്തിൽ വരരുത് എന്നതിൻ്റെ പേരാണ് അധപ്പതനം. ഭഗവാന്റെ വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായിട്ട് എന്നവർ വല്ല കാര്യമുണ്ടോ ഉരുണ്ടടിച്ച് താഴത്തേക്ക് വീഴുക? 2 വ്യത്യസ്ത പേരുകളോടുകൂടി അവരിങ്ങനെ ഈ ലോകത്തുള്ള ലോഭത്തിന്റെ മൂർത്തികളായിട്ട് വർത്തിക്കുക. ഭഗവാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനുള്ളത് കൊണ്ട് ആ 2 അവതാര സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവരെ രക്ഷിക്കുക, അതായത് കൊന്ന് അനുഗ്രഹിക്കുക. അവരിലുള്ള ലോഭം എന്ന് പറയുന്ന ചിന്താഗതിയെ ഇല്ലാതെയാക്കുക. ഒന്നുകൂടി കടക്കാം നമുക്ക്. നിങ്ങൾ കടക്കണ്ടോ? ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി. അങ്ങനെ ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടും ധരിക്കണം. കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും, ഈ 6 കൂട്ടം കാര്യങ്ങളാണ് ഹൃദയഗ്രന്ഥികൾ 6. ഈ 6 ഗ്രന്ഥികളെ ഭേദിക്കലാണ് സപ്താഹത്തിന്റെ ലക്ഷ്യം. 7ാമത്തെ ദിവസം ഇതൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ 7ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ഉരുളിയിൽ വന്ന കാശൊക്കെ എണ്ണി നോക്കുന്നത്. ഞാനും അപ്പുമൊക്കെ അപ്പു പോയാറും പറഞ്ഞ. അപ്പൊ എല്ലാ തരത്തിലും ഈ പറഞ്ഞ ആചാര്യന്മാർ ഈ ഉരുളി എന്നൊക്കെ വാരിക്കെട്ടി അത് പിന്നെ വീതിക്കുമ്പോഴാണ് ശണ്ട. നിനക്ക് അത്രേ ഉള്ളൂ, കൂടുതൽ എനിക്ക് വേണം. പണ്ട് ചെറുപ്പത്തിലൊരു കഥ വായിച്ച് ഓർക്കുന്നുണ്ട്. ഒരു ചെന്നായി വാസ്തവത്തിൽ ഈ നരിമീൻ, വരിമീൻ എന്നൊക്കെ പറഞ്ഞ നെയ്മീൻ, ഒരു വലിയ മീനിനെ ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് വന്നു. അത് ഇങ്ങനെ അതിനു വേണ്ടി ഈ പറയുന്ന ഈ പുഴയുടെ അരികിൽ നിന്ന് ഒരു ചെന്നായുണ്ട് പറഞ്ഞു കൊടുക്കാനും സഹായിക്കാനൊക്കെ സിൽബന്തിയായിട്ട് ഇതിനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നപ്പോൾ അവരും ഈ തർക്കമായി, ആർക്കാണ് തല ആർക്കാണ് വാല്. അപ്പോൾ വാലും തലയും ഇങ്ങനെ തർക്കം ഉന്നയിച്ചേക്കുമ്പോൾ കുറുക്കം വന്നിട്ട് അതാധോ മധ്യമ കണ്ട മധ്യസ്ഥസ്യ ഭവിഷ്യതി എന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിനെ 3 ആക്കാം. ഞാനും കൂടി വന്നില്ലേ, അങ്ങനെ 3 ആക്കിയിട്ട് തല നീയെടുത്തോ വാല് നീയെടുത്തോ മധ്യഖണ്ഡം എൻ്റേത് എന്ന്. എങ്ങനെയുണ്ട്? ആചാര്യന്മാർ മധ്യസ്ഥന്മാരാണ്. ഈ ആചാര്യന്മാർ മധ്യസ്ഥന്മാരായിട്ടിരുന്ന് നിങ്ങളെ എല്ലാവരെയും ഈശ്വരനിലേക്ക് കടത്തിവിടുന്ന പാസ്പോർട്ട് നൽകി വിസയെല്ലാം നൽകുന്ന അക്കൗണ്ടിന് അവരെപ്പോഴും മധ്യമഖണ്ഡം, എന്താ മധ്യമഖണ്ഡം ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങനെയല്ലേ മത്സ്യത്തിൻ്റെ നടുഭാഗം, അത് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതി. അപ്പൊ ഇതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല കാമം. ഭാഗവതം കേട്ടിട്ടും പറഞ്ഞിട്ടും അതെല്ലാം തന്നെ വളരെ രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് അഭിമാനിച്ചിട്ടും നമുക്ക് പോകാത്തതാണ് ഷഡ്വൈരികളായിരിക്കുന്ന കാമക്രോധാദികൾ. അവയെ എല്ലാം തന്നെ നിശേഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരങ്ങളിൽ ഈ പറയുന്ന ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും നരസിംഹമായിട്ടും വരാഹമായിട്ടും ഭഗവാൻ വന്ന് കൊന്നത്, അവരുടെ ശരീരത്തെയെല്ലാം തന്നെ ഇല്ലാതെയാക്കി രക്ഷിച്ചത് എന്ത് പോകാനാ? ലോഭം പോകാൻ. അപ്പൊ നിങ്ങളിലുള്ള ലോഭം ഇപ്പൊ പോയി. 2 അവതാരങ്ങൾ കിട്ടിയപ്പോൾ ലോഭം മുഴുവൻ പോയി. ഇല്ല, പാനകവും കൂടി കഴിച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് പോകും. പാനകം അവിടെ എല്ലാവർക്കും തരാനായിട്ട് ഈ കൃഷ്ണദാസ് ഓരോന്നോരോ ഒഴിച്ചു വയ്ക്കണുണ്ട്. അത് വല്ല കുറുകുറുന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. അടുത്ത കൊല്ലം സപ്താഹം നടക്കുമ്പോൾ നമുക്ക് ഈ പാനകം കുറുക്കി നല്ല ലേഹ്യം പോലെ ആക്കണം കേട്ടോ, ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശർക്കര നല്ല പോലെ ഇട്ട് ഇങ്ങനെ കുറുക്കി വരട്ടി അധികം വെള്ളമില്ലാതെ എന്ന വെള്ളം കുറച്ച് ലേഹ്യത്തിന്റെ ഭാഗം ആ ഭാഗത്തിലാക്കിക്കൊണ്ട് ഒരിടത്ത് എവിടെയോ ഞാൻ കണ്ടു ഇങ്ങനെ ഒരു പാനകം, അതിരസ. ആ പറഞ്ഞ രീതിയിൽ
സ്പൂൺ കൊണ്ടെടുത്ത് നാക്കത്തിട്ടാൽ ഇങ്ങനെ നുണഞ്ഞ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം. അപ്പോൾ ആ സുഖം വരുമ്പോൾ നിങ്ങൾക്ക് ലോഭം പോയോ, കാമം പോയോ, ക്രോധം പോയോ, എന്താ പോയോ? അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിട്ടിട്ട് പെരുമാറാതിരിക്കുക. എന്താണ് ഉദ്ദേശം, എന്താണ് ലക്ഷ്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകണം. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്, മൃത്യുമൃത്യും നമാമ്യഹം. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വിക്കഴിഞ്ഞ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതി നമ്മളിലേക്ക് വരരുത്. ഞാൻ വരുമ്പോൾ കേട്ടത് വാസ്തവത്തെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഭയപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടു പോകുന്നത്. ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത് യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ എന്ന് പറഞ്ഞിട്ട് അവതാരം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ഇങ്ങനെ പല രീതിയിൽ എങ്ങനെയാണ് അവതാരം ഓരോരോ സന്ദർഭങ്ങളിൽ ശരീരമെടുത്ത് ഈശ്വരൻ വരുന്നത് ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയെന്ന്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ധർമ്മത്തിൻ്റെ സംസ്ഥാപനമാണ് ആവശ്യം. എന്താ ധർമ്മം? അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കാണുന്ന ധർമ്മം ഈ പറയുന്ന എല്ലാ തരത്തിലും കാരണമില്ലാത്ത ഭക്തി. ഭഗവാന്റെ നേർക്ക് ഹരിതോഷണമാണ് ഏറ്റവും വലിയ ധർമ്മം. ഹരിക്ക് സന്തോഷമുണ്ടാക്കുന്ന, ഈശ്വരന് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തികൾ, അതാണ് പ്രധാനപ്പെട്ട ധർമ്മം. അതിന് ഭക്തി, ആ ഭക്തി എന്ന് പറയുന്നത് അഹൈതുകീ ഭക്തിയായിട്ടിരിക്കണം അത് ധർമ്മം. അപ്പൊ ഇത്തരത്തിൽ ധർമ്മത്തിന്റെ വർധനവിന് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു. എന്താ കാരണമെന്ന് മനസ്സിലായോ? ഈ ധർമ്മം എന്ന് പറയുന്ന ഭക്തി അത് ഉത്കടമായിട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിത്തട്ടി ഉണർന്ന ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭക്തിയുടെ ഇരുവശങ്ങളിലും കിടന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ ജീർണിച്ച് കിടക്കുന്നൊരവസ്ഥ ഇല്ലാതെയായാൽ എത്രമാത്രം സുന്ദരമാണ്. ജ്ഞാനവും വൈരാഗ്യവും സന്തതികളായിട്ടുള്ള ഭക്തി, അത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അവൾ ജനിപ്പിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ, അതുകൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു ജീവിതം വരുമ്പോൾ എന്തായിരിക്കും നേട്ടം ആലോചിച്ചു നോക്കും. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിനാണ് സപ്താഹം നടത്തുന്നത്? അതിലുള്ള ഈ അവതാര കഥകൾ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷിത്ത് അവിടെ ഇരിപ്പുണ്ടെന്ന് ഓർക്കണം. പറഞ്ഞു കൊടുക്കുന്ന ശുഖബ്രഹ്മം മുമ്പിലുണ്ടോ എന്നും കരുതണം. അവർ തമ്മിൽ സംവദിക്കുന്ന ഈ ഭാഗവതത്തിലൂടെ കടന്നു വരികയാണ്. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസം. പച്ചവെള്ളം കുടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാത്രിയിൽ ഉറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഊണും ഉറക്കവും എല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുമ്പിൽ 2 അവതാര കഥകൾ ഇട്ടു. അതിന്റെ ഇടയിൽ പല പല കാര്യങ്ങളും പറയുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടൊരു ജീവനെ ഉദ്ധരിക്കുകയാണ്. എവിടം വരെ എത്തി എന്ന് പറയാമോ? എവിടം വരെ എത്തി? ഈ 3-ാമത്തെ ദിവസം വാസ്തവത്തിൽ എത്തിച്ചേർന്ന് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് നീണ്ടു നിവർന്നിരിക്കാമോ? ഉറങ്ങിപ്പോവും. എവിടെ ആഫീസിലിരിക്കുന്നവർ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. അവർ കാണുന്നില്ല, ഞാൻ പറയണ കേൾക്കണില്ല. വളരെ രസം. ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും ഇല്ലേ? നമ്മുടെ സംഘാടകരാ. ഇപ്പൊ കേട്ടോ നിങ്ങൾ? അപ്പൊ ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ 3-ാമത്തെ ദിവസം നമ്മൾ 1, 2, 3 3-ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് എവിടെയാണെന്ന് ചിന്തിച്ചാൽ, ശരീരാന്തർഗതമായിട്ടുള്ളൊരു വിദ്യയാണ് എങ്കിൽ, ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു യോഗമാർഗം ആണ് എങ്കിൽ, മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപൂരം വരെയായി. ഇനി അതല്ല, ജ്ഞാനത്തിന്റെ മാർഗമാണോ ഉണർന്നുയർന്നു പോകുന്ന വിദ്യയുടെ ആ അവസ്ഥകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് സംശീകരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ശുഭേച്ഛ വിചാരണ തനുമാനസ്യായി. ഇതെല്ലാം തന്നെ ഒരേ സമയം നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഭാഗവതം വെറുതെ വായിച്ച് തള്ളുന്ന രീതി പോരാ, അതിനേക്കാൾ ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടായിരിക്കണം. കേട്ടോ? ഒന്ന് നരസിംഹമന്ത്രം ജപിച്ചാലോ? ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഭഗവാന്റെ മുമ്പിൽ ഈ പൊസിഷൻ, അതായത് ഇത് വാസ്തവത്തില് കൂത്തമ്പലത്തിന്റെ സ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് വടക്കോട്ടേക്ക് ദർശനമായിട്ടുള്ള യജ്ഞവേദിയിൽ നമ്മളിത് പറയുമ്പോൾ തൻ്റെ അടുത്തോടു കൂടി പറയാം. ഒരൊറ്റ അക്ഷരം ഈ നരസിംഹത്തിൻ്റെതായിട്ടുണ്ടെന്നറിയാം. ശ്രൗം പറഞ്ഞു നോക്കിയേ. ശ്രൗം എന്തെന്നാ? ഇക്ഷ ശ്രൗം. അതായത് ഇന്നസെന്റ് ഈ പറയുന്ന തിലകനോട് പറയുന്നതാണ്. ഇക്ഷ റക്ഷ. അപ്പൊ അതേ ഇക്ഷ അപ്പൊ ശ്രൗം. മൂക്കും വല്ലതൊക്കെ തെറിച്ചു. ക്ഷൗം നരസിംഹത്തിന്റെ ഏകാക്ഷരമാണ്. ക്ഷൗം. ഈ ക്ഷൗം എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഹോമിക്കുന്നത് എന്താണെന്നറിയാം? കടുക. പേടിയാണല്ലോ.
നമ്മുടെ വീട്ടിൽ കടുക് തൂവരുത്, കടുക് ഒരെണ്ണം പുറത്തേക്ക് പോയി കലഹം ഉണ്ടാകുമെന്നാണ് നമ്മുടെ നാട്ടു ചൊല്ല്. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ പേടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കടുക്. കടുക് വറുക്കും. കടുക് വറുത്തില്ലെങ്കിൽ ഈ പറയുന്ന ആ കൂട്ടാന് യാതൊരു ഈ പറയുന്ന ഉപദംശം അതിനൊരു സ്വാദം ഉണ്ടാവുകയില്ല. പക്ഷെ ഈ കടുക് എന്ന് പറയുന്ന രൂക്ഷമായിട്ടൊരു സാധനം, ചെറിയ ഈ കടുക് എന്ന് പറയുന്നത് പൊട്ടി അത് മുളച്ചു കഴിഞ്ഞാൽ വലുതാകുന്ന കടുകിന്റെ ആ ചെടി, അതുപോലെ വളരെയേറെ ഒരു ബീജാക്ഷരമാണ് ക്ഷൗം. ഈ ക്ഷൗം എന്ന് പറയുന്ന ബീജാക്ഷരവും ഈ പറയുന്ന കടുകും കൂട്ടി ചേർത്തുകൊണ്ട് അഗ്നിയിലേക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് ആഹൂതി നടത്താൻ തക്ക ശേഷിയുള്ള ഒരു ഹോതാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപാസകൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫലം? അവിടെ ഉജ്ജ്വലിക്കും. അവിടെ വാസ്തവത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ഭാവത്തെ നമുക്ക് കാണാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. എന്തെന്നാ ബീജാക്ഷരം? ക്ഷൗം. അടുത്ത ജന്മത്തിൽ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആണുങ്ങളായ ശേഷം മന്ത്രവാദികളാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ അഗ്നിയും കൂട്ടിയിട്ട് ക്ഷൗം എന്നും പറഞ്ഞുകൊണ്ട് കടുക് ഹോമിക്കുന്നവരാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കും. പേടിച്ച് ഹോമിച്ചിട്ടുള്ള സാധനമാണ് ഈ കടുക്. കടുക് എന്ന് പറയുന്ന അധികം എടുത്ത് ഹോമിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഹോമിക്കുന്ന സമ്പ്രദായത്തിൽ ഈ മോതിരവിരലിലെ നെയ്യുമൊക്കെ ഇട്ട് അതിൽ കിട്ടുന്ന കടുക് ഒന്നോ രണ്ടോ തെറിപ്പിക്കുന്ന രീതിയാണ്. പേടിച്ചിട്ട് എള്ളാണെങ്കിലും അതെ. അപ്പൊ ഇത്തരത്തിൽ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു വിഷയമാണ് നരസിംഹത്തിന്റെ. കേൾക്കുമ്പോൾ പേടിയാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലം കത്തിയ വർഷം 71 ഗുരുവായൂർ ചെന്ന് ഞാൻ ആദ്യം കാണുന്ന പ്രത്യേകിച്ചുള്ള ഫോട്ടോ മുഖാമുഖമായിട്ടിരിക്കുന്ന ആ നരസിംഹത്തിന്റെ അതിഗംഭീരമായിരിക്കുന്ന ആ പടം ഇപ്പോഴും അവശേഷിച്ച് അവിടെ ഇരിപ്പുണ്ട്. പൊടി പിടിച്ചോ അല്ലെങ്കിൽ പുക പിടിച്ചോ ഒക്കെ മൂടി എന്നുള്ളത് അതൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം. അത് വസ്തുവിൽ ഭംഗിയായിട്ട് കാണത്തക്ക രീതിയിലായിട്ടുണ്ട്. അവിടെയാണ് മാണിക്യാത്തിൽ സമപ്രഭം നിചരിചാസന്ദ്രസ്തരക്ഷോഗണം ജാനന്യസ്തികരംബുചന്ദ്രനയനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വളരെ ഘോരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. കൈകൾ 4 എന്നുള്ളത് വർദ്ധിപ്പിച്ച് 8 കോപാത ആലോല ജിഹ്വം നിവൃത നിജമുഖം സോമസൂര്യാഗ്നി നേത്രം. മറ്റൊരു ഈ പറയുന്ന ധ്യാനം വരുമ്പോൾ മടിയിൽ കിടക്കുന്ന ഹിരണ്യകശിപു എന്ന് പറയുന്നത് എൻ്റെ ഭക്തനെ താലോലിച്ചുകൊണ്ട് താരാട്ട് പാടിക്കൊണ്ട് ഉറങ്ങുമോനെ നീ ഉറങ്ങടാ. മഹാബലിയോ അല്ലല്ലോ, വീരബലിയോ. എന്തെന്നാ സിനിമ? ബാഹുബലി. അപ്പൊ ഈ ബാഹുബലിയിലെ ഇറങ്ങടാന്നോ. അപ്പൊ എന്തായാലും വിരോധമില്ല. ഇങ്ങനെ മാറിൽ കടത്തിക്കൊണ്ട് ഹിരണ്യകശിപുവിനെ തട്ട് തലോടിക്കൊണ്ട് പാടുന്ന നിന്നെ വാസ്തവത്തിൽ ഞാൻ മാറിങ്ങനെ വളരുകയാണ്, നഖങ്ങളെ കൊണ്ട് ഇങ്ങനെ കുളിർമയെ കൊണ്ട് മാറിടം വിളർക്കുകയാണ്, നിന്നിലുള്ള രക്തവിധ നിഷ്പാടനം ചെയ്യുകയാണ്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് പാടിയത് എഴുത്തച്ഛൻ മാത്രം മുഖത്ത് നോക്കിയിട്ട് പറയാണ്, കുഞ്ഞേ ഇനിയും കാണാം. കേട്ടോ നിങ്ങളോ? കഴിഞ്ഞ കൊല്ലം വായിച്ച മലയാളം ഇല്ലേ? അതൊന്നും കേട്ടില്ല നിങ്ങൾ. അവരുടെ വായനയിൽ മുങ്ങിപ്പോയി. അവരൊരക്ഷരം നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ വായിക്കുമോ? ഞാൻ അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ വാസ്തവത്തിൽ പുരാണത്രയം പടനിലമെന്ന് പറയുന്ന ക്ഷേത്ര അന്തരീക്ഷത്തിലെ പുരാണത്രയം ദേവി ഭാഗവതം ശിവപുരാണം മൂന്നും കൂടി ഗംഭീരമായിട്ട് ഒരൊറ്റ അക്ഷരം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വായിക്കില്ല. എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോണാണ്. അപ്പൊ ഈ എല്ലാ തരത്തിലും നമുക്ക് സ്ഫുടമായിട്ട് എഴുതിയിരിക്കുന്ന ആചാര്യന്റെ തുഞ്ചത്ത് ആചാര്യന്റെ ആ പ്രയോഗമെല്ലാം തന്നെ ഹൃദയസ്ഥമാക്കുകയാണെങ്കിൽ നരസിംഹാവതാര സമയത്ത് എന്താ പറഞ്ഞ്? ഇനിയും കാണാം. അപ്പൊ ഇനിയും കാണാമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ള കാഴ്ച ഇന്റർവ്യൂ അത് എവിടം കൊണ്ട് തീരുന്നില്ല. നിന്നിൽ അവശേഷിച്ചിരിക്കുന്ന ദുരിതവും പ്രാരബ്ധങ്ങളും എല്ലാം തന്നെ കെട്ടടങ്ങിയിട്ടില്ല. ഇനിയും നമുക്ക് പലതും ചെയ്യേണ്ടതുണ്ട്, ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന കർത്തവ്യങ്ങൾ അവശേഷിച്ചിരിക്കുന്നു. കർമ്മങ്ങൾ അവശേഷിച്ച് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനിക്കണം, വേണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനിക്കാൻ എന്തേ കാരണം? ജന്മമെടുത്തത് കർമ്മമൂലം. അപ്പൊ ഇത്തരത്തിൽ കർമ്മങ്ങളുടെ ഊരാക്കുടുക്കിൽപ്പെട്ട് ജനിക്കുകയും പ്രാരബ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ജനിച്ചു മരിച്ച കാലം കഴിച്ചു കൂട്ടുന്നതിൻ്റെ പേര് സംസാരം. അത് മറന്നു പോകുമോ? സംസാരം. അപ്പൊ വാസ്തവത്തിൽ ആരാ ഇവിടെ പെട്ടത്? ഇവിടെ സംസാരം എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു വന്നതാരാ? വൈകുണ്ഠം എന്ന് പറയുന്ന സംസാരത്തിന് അതീതമായിരിക്കുന്ന ഒരു സങ്കേതത്തിൽ നിന്ന് ഉരുണ്ടു വീണതാരാ? ജയവിജയന്മാരല്ലേ? ആ ജയവിജയന്മാരുടെ ഉരുണ്ട് വീഴ്ച തൃതീയ സ്കന്ധത്തിൽ ഭംഗിയായിട്ട് പറഞ്ഞു വരികയും ചെയ്തു. അങ്ങനെ ഉരുണ്ട് താഴത്തേക്ക് വീണ സംസാരത്തിലേക്ക് വീണവരെ പെട്ടെന്ന് അങ്ങനെ ഗതി കിട്ടാതെ മോക്ഷം പ്രാപിക്കാതെ 3 ജന്മം എടുക്കുന്ന കഥയാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ലക്ഷ്യം എന്താ? മൃത്യുമൃത്യം നമാമ്യഹം. മൃത്യുമൃത്യം നമാമ്യഹം എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ജന്മം പോരാ എന്ന് ചുരുക്കം. ഇവിടെ ഹിരണ്യാക്ഷവധം കഴിഞ്ഞു. അതുപോലെ നരസിംഹാവതാരത്തിലൂടെ ഹിരണ്യകശിപുവിനെയും നിഹനിച്ചു. എന്നിട്ട് പറയുന്ന ഇനിയും കാണാമെന്നാണ്. അത് എഴുത്തച്ഛൻ്റെ ഭാഷ. എന്തുമാകട്ടെ, അവിടെ വാസ്തവത്തിൽ മൃത്യുവോ അല്ലെങ്കിൽ മൃത്യുവിൻ്റെ മൃത്യുവായിട്ടുള്ള അമൃതാവസ്ഥയെ പ്രാപിക്കാൻ ഇനിയും വരാം എന്ന്.
അപ്പൊ അവതാരം ഒന്നുപോരാ. അവതാരങ്ങൾ പലതിങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മൃത്യുവായിരിക്കുന്ന അമൃതത്തിലേക്ക് എത്തുന്നതെന്ന് മറന്നു പോകുമാവോ? കണ്ണോത്ത് ഭഗവാനും ഒരു ദിവസം കണ്ടാൽ പോരാ, പല ദിവസം വന്ന് ഇവിടെ കാണണം, പലപ്പോഴും തലയിട്ട് തല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഈ മൃത്യും നമാമ്യഹം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ല എങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്തും എന്ന് ചുരുക്കം. അപ്പോൾ പെട്ടെന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം, വളരെ പതുക്കെ. ഞാൻ പറഞ്ഞു വന്ന് പിടുത്തം കിട്ടിയാവോ? ജയവിജയന്മാര് അബദ്ധവശാല് സനകാദികളുടെ ശാപത്തിന് ഇരയായതുകൊണ്ട് ആദ്യത്തെ ജന്മം കഴിഞ്ഞതേ ഉള്ളൂ. ഭഗവാൻ പറയാണ് ഇനിയും കാണാമെന്ന്. അങ്ങനെ ഇനിയും കാണാമെന്ന് പറയുമ്പോൾ അവരുടെ ഗതികെട്ടൊരവസ്ഥ, ഇനിയും ജനിക്കേണ്ടി വരുന്നു, അങ്ങനെ സംസാരത്തിൽ അകപ്പെടേണ്ടി വരുന്നു. അപ്പോൾ ഗതി കിട്ടിയിട്ടില്ല. ഗതി, അപ്പൊ ഈ ഗതി എന്ന് പറയുന്ന മോക്ഷം, ഊർധ്വഗതി എന്ന് പറയുന്നൊരവസ്ഥ, അത് കിട്ടണമെങ്കിൽ ഒരു ജന്മം കൊണ്ട് സാധിക്കുകയില്ല. പലപ്പോഴും പല ജന്മങ്ങൾ വേണ്ടി വരും. ചിലർ ഒറ്റ ജന്മം കൊണ്ട് ജനിച്ച പാടെ തന്നെ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി എന്ന് വരും. ജന്മനാ സിദ്ധന്മാര്, ആചാര്യസ്വാമികളെ പോലുള്ള ശ്രേഷ്ഠന്മാര്, അവർ ഈ പറയുന്ന 12 വയസ്സായപ്പോഴേക്കും അവർക്ക് സർവജ്ഞ പീഠം കയറി ഇരിക്കാനുള്ള യോഗ്യത വരും. ചിലർ 12 വർഷമല്ല 12 ജന്മം എടുത്താലും ഇത് സാധിച്ചൊന്നും വരികയില്ല, മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ ഖേദിക്കണ്ട, ഇനിയും ജന്മം വന്നാലും ഖേദിക്കണ്ട, ഇനി പട്ടിയായാലും പൂച്ചയായാലും ഖേദിക്കണ്ട. ഓരോരോ രീതിയിലുള്ള ജീവിതങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് ഒടുവിൽ നിങ്ങൾ എത്തും. എവിടെ എത്തും? എത്തേണ്ടയിടത്തെത്തും. ആ എത്തേണ്ടയിടത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാത്ത വൈകുണ്ഠത്തിലേക്ക്. ഒന്നുകൂടി, ഏതൊരു വൈകുണ്ഠം എന്ന് പറയുന്ന സങ്കല്പമാണോ നമ്മൾ എത്തിച്ചേരേണ്ട സങ്കേതമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്, യത്വാന നിവർത്തന്തേ, അത്തരത്തിലുള്ള വൈകുണ്ഠത്തിൽ നിന്ന് പോകുന്നതാണ് നമ്മളെന്ന് സൂചിപ്പിക്കുകയാണ് ഈ കഥ. ഒന്നുകൂടി പറയാം, നമ്മളെല്ലാവരും തന്നെ ജയവിജയന്മാരാണോ? ഏതൊരു ജയവിജയന്മാരുടെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ജയവിജയന്മാരുടെ സ്ഥാനം തന്നെയാണ് നമുക്കുമുള്ളത്. നമ്മൾ എവിടെ നിന്ന് പോന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം, വൈകുണ്ഠത്തിന്റെ വാതിക്കൽ നിന്നാണ്. വൈകുണ്ഠത്തിന്റെ വാതിക്കൽ നിന്ന്. വൈകുണ്ഠത്തിന്റെ അകത്തേക്ക് കയറിയിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു, ജനിക്കാതിരിക്കാമായിരുന്നു. അപനർഭവം എന്ന് കുന്തിദേവി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയേനെ. വൈകുണ്ഠത്തിന്റെ അകത്തേക്ക് കിടക്കാൻ അവസരം കിട്ടിയില്ല. ഇടയ്ക്കിങ്ങനെ ശാപഗ്രസ്തമായി ഉരുണ്ട താഴത്തേക്ക് വീണ് ഞങ്ങൾ ഓരോരോ ജന്മങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ് എന്ന് മറന്നു പോകുമാവോ? ഇതെല്ലാം ഇതിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന കൃതിയിലൂടെ നമ്മൾ അനവരതം ഇങ്ങനെ അനുഭൂതി രസം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാത അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം. അങ്ങനെ ലയിച്ച് എവിടെ ചെന്നാൽ പിന്നെ ലയിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുവോ അവിടം വരേക്ക് ആലയം. അങ്ങനെ പരിപൂർണമായിട്ടും പരന്തങ്കലെ ലയിപ്പോളമെന്ന് എഴുത്തച്ഛൻ. ഈ പരമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ചെന്ന് ലയിക്കുന്നവരേക്ക് നിൽക്കാതിരിക്കുക, ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ വായിച്ച് ലയിക്കുന്ന രീതിയിലേക്കാകുക. അപ്പൊ ഭാഗവതം എന്താ? ലയനി. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ലയനി, സൊല്യൂഷൻ. ഇംഗ്ലീഷിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പല പല അർത്ഥങ്ങൾ കൂടി കൽപ്പിക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമാണ്. വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ? ഇറാനും ഈ പറയുന്ന രീതിയിൽ ഇസ്രയേലും തമ്മിൽ ഇടി. എന്താ സൊല്യൂഷൻ? ഇന്ത്യ മിണ്ടാതിരുന്നു. സൊല്യൂഷൻ വളരെ വ്യക്തമായിട്ട് അമേരിക്കക്കാർക്കറിയാം. അവർ കൊണ്ടുപോയി കുറെ തീയിട്ടു. അങ്ങനെ തീയിട്ട് കഴിഞ്ഞപ്പോൾ സൊല്യൂഷനായി. സൊല്യൂഷൻ പലരും പല സൊല്യൂഷൻ പല രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാവൂ. ആ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ഭാഗവത്തിലുണ്ട്. അതുകൊണ്ടാണ് ഭിദ്യതേ ഹൃദയഗ്രന്ഥി കഴിഞ്ഞ് ചിത്യന്തേ സർവസംശയ എന്നിങ്ങനെ പറഞ്ഞ സംശയങ്ങളുണ്ടോ? ആ സംശയങ്ങളെല്ലാം തന്നെ നിവാരണം ചെയ്യാൻ മറ്റെങ്ങും പോകേണ്ട, ഭാഗവത്തിലേക്ക് നിങ്ങൾ ഉറ്റുനോക്കിയാൽ മതി. ഒന്നുകൂടി, നമ്മളെല്ലാവരും തന്നെ ജയവിജയന്മാരാണ്, അല്ലെങ്കിൽ അവിടെ ആ ജീവനായിട്ട് കഴിഞ്ഞുകൂടിയവരാണ്. ഇങ്ങനെ എതിർച്ചയാ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സംസാരത്തിലേക്ക് പതിച്ചവരാണ്. നമ്മൾ പടിപടിയായിട്ട് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചങ്ങോട്ടേക്ക് പോകേണ്ടവരും ആണ്. ഈ യാത്ര തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇനിയൊരു വിശ്രമം അവിടെ ചെന്നാണ് എന്ന് നമ്മൾ തിരുത്തുക. സിനിമാ പാട്ടൊന്ന് തിരുത്തുക. നമ്മൾ എവിടെ നിന്ന് പോകുന്നു വെച്ചാൽ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് അവിടെ നിന്ന്, ഇനിയൊരു വിശ്രമം അവിടെ ചെന്ന്. ഇനി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അവിടെ എന്ന് പറയുന്നത് ഇവിടെ എന്നാക്കി തീർക്കൽ ഭാഗവത്തിന്റെ ലക്ഷ്യം. അത് കേട്ടില്ല, മനസ്സിലായോ? അവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചൂണ്ടാണി വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന അവിടെ എന്ന് പറയുന്ന ദൂരെയുള്ള സ്ഥിതിയല്ല. ഭാഗവത്തെ സംബന്ധിച്ചത് അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ, അവിടം എന്ന് പറഞ്ഞാൽ ഇവിടം. മറന്നുപോകുമോ? അവിടെയാണ് നിരീശ്വരത്വം. അപ്പൊ ഈ ശ്രീകുമാർ ചോദിച്ചതിനൊക്കെ മറുപടിയായിട്ടുള്ള വാക്കുകളെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഈശ്വരൻ വേറെ, അത്തരത്തിലൊരു ഈശ്വരൻ നമുക്ക് സൃഷ്ടിക്കാനോ
അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് പൂജിക്കാനോ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം എന്താ? എവിടെയാ വൈകുണ്ഠം? ജയവിജയന്മാർ എവിടെയാണ് കാവൽക്കാരായിട്ട് നിന്നത്? അവിടെ. ഈ അവിടെ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം പഠിപ്പിക്കുന്നു ഇവിടെ. അങ്ങനെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ ആവാസസ്ഥാനം ഏതാ? ഹൃദയം. അപ്പൊ ഹൃദയത്തിന്റെ കാവൽക്കാരായിട്ട് രണ്ടുപേര് ജയവിജയന്മാർ. അവരതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരൻ അവരെ രക്ഷിക്കാനായിട്ട് വീണ്ടും വരുന്നു. എന്നിട്ട് അവരെ രക്ഷിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നു. അങ്ങനെ അവതരിച്ച ആദ്യത്തെ അവതാരമാണ് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് മൂക്കിലൂടെ ഒരു പന്നിക്കുട്ടി, ഒരു ചാൺ, ഈ പറയുന്ന അല്ലെങ്കിൽ ചാണില്ല, ഒരു ഈ അങ്കുഷ്ടമാത്രതുല്യനായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നത്. ഈശ്വരൻ എവിടെ നിന്ന് വരണം? അകത്ത് നിന്ന്. ഈ അകത്ത് നിന്ന് വരുന്ന ആരെ രക്ഷിക്കാനാ? എന്നെ. ഞാനാരാ? കേൾക്കുന്നുണ്ടോ? ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയാണ് നിങ്ങൾ കരുതരുത്. ഭ്രാന്തല്ല ഇത്. അപ്പൊ നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ, ഈ നിങ്ങാ ഞങ്ങ എന്നൊക്കെ സിനിമയിലാണ് അല്ലേ, നിങ്ങാ ഞങ്ങ. അപ്പൊ അതെല്ലാം തന്നെ വിട്ട് നിങ്ങളും ഞങ്ങളും ഒക്കെ പോയിട്ട് വാസ്തവത്തിൽ ഇവിടെ ഒന്നേ ഉള്ളൂ, ആ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് ഹൃദയാന്തർവാസിയായിട്ടുള്ള ഈശ്വരൻ വേറെയാണെന്നുള്ള ചിന്തയെല്ലാം തന്നെ അസ്തമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്. അത് വരുമ്പോൾ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എല്ലാം തന്നെ അകത്തുകൂടി കൊള്ളുന്ന വിജയന്മാരാണ്. ഒരു സ്വഭാവ വ്യത്യാസം കൊണ്ട് ഒരു ചെറിയ പരിവർത്തനം സംഭവിച്ച ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് മാറ്റം വന്നപ്പോൾ നമ്മുടെ സംസ്കാരം ദുഷിച്ചത് കൊണ്ടുണ്ടായ ഒരവസ്ഥയാണെന്ന് വന്നില്ലേ? അപ്പൊ ഹിരണ്യാക്ഷനാര, ഹിരണ്യകശിപുവാര, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ പറയുന്ന സ്വഭാവ വ്യത്യാസം. ലക്ഷ്മി പോയിട്ട് പോരാ. അപ്പൊ ലക്ഷ്മി പോയിട്ട് പോരാ, അവിടെ നമ്മൾ നോക്കിയതൊന്നും കണ്ടില്ല, ഉടനെ ഓടി. എവിടേക്ക് ഓടും? എവിടെയും കിടന്ന് ഓടാം. അങ്ങനെ കിടന്ന് ഓടി ഓടി എവിടെയെല്ലാം ചെന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്വർണം ഇങ്ങനെ തേടിക്കൊണ്ട് നേടിക്കൊണ്ട് വരുന്നത്. അത് വാസ്തവത്തിൽ നമ്മളിലുള്ളൊരു കാമം അല്ലെങ്കിൽ ലോഭം എന്ന് പറയുന്നൊരവസ്ഥ. അത് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. നമ്മളിലുള്ള ലോഭത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് മാത്രമേ ഇതപര്യന്തം ഈ സപ്തമസ്കന്ധത്തിൽ ഇതുവരേക്ക് വായിച്ച കഥകളിലൂടെ നാം പഠിക്കുന്നുള്ളൂ. എന്താ നമ്മൾ നശിപ്പിക്കേണ്ടത്? എന്താ? ഈ രണ്ട് അവതാര സ്വരൂപങ്ങളെ ജപിച്ചുകൊണ്ട് നമ്മളിലുള്ള ലോഭം ഇല്ലാതെയാകട്ടെ. കിട്ടിയത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശൈലി ഇല്ലാതെയാകട്ടെ. ഒന്നുകൂടി ജപിക്കാമോ? ഓം ഉഗ്രം വീരം മഹാവിഷ്ണും, ഓം ഉഗ്രം വീരം മഹാവിഷ്ണും, ജ്വലന്തം സർവതോമുഖം സർവതോമുഖം, നൃസിംഹം ഭീഷണം ഭദ്രം, നൃസിംഹം ഭീഷണം ഭദ്രം, മൃത്യുമൃത്യും നമാമ്യഹം, മൃത്യുമൃത്യും നമാമ്യഹം. ഒന്നുകൂടി കടക്കാം. ഈ പറയുന്ന ഭൂമിയെ നോക്കിയപ്പോൾ കണ്ടില്ല. സ്വയംഭൂ മനു, അദ്ദേഹത്തിന് 5 മക്കളുണ്ടായി. അതിൽ 3 പെണ്ണും 2 ആണും. അങ്ങനെയുള്ള അവരെ വീണ്ടും വീണ്ടും പ്രജനനം എന്ന് പറയുന്ന പ്രോക്രിയേഷൻ, അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ജനതതി, അതിനെയെല്ലാം നിന്ന് നിക്ഷേപിക്കാനുള്ള വേദി കാണാനില്ല എന്നുള്ള സങ്കടവുമായിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് വന്നു എന്നല്ലേ നിങ്ങൾ വായിച്ചത്? ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് സങ്കടം പറഞ്ഞു, ഇങ്ങനെ സൃഷ്ടിജാലങ്ങളെയെല്ലാം നിന്ന് നിക്ഷേപിക്കാനായിട്ട് എന്ത് ചെയ്യും ഭഗവാനെ? കാരണം എന്താ? ഭൂമിയെ കാണാനില്ല. ഒന്നുകൂടി കടന്ന് ചിന്തിക്കാം. കടക്കണ്ടോ നിങ്ങൾ? ഇന്നാരും കോട്ടുവായിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗ്യം. കോട്ടുവായിട്ടിൻ്റെ വിഷയമാണത്. ഈ വിഷയം മഹാകുഴപ്പം. അപ്പൊ അത്തരത്തിലുള്ള സംഗതി വരുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഭൂമിയെ കാണാനില്ല, എങ്ങും പോകേണ്ടതില്ല. ദൈനംദിനം നടക്കുന്ന കൊച്ചുകുട്ടികൾ കഞ്ചാവിന് കൊണ്ടുവന്നിട്ട് പിടിച്ചു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ട് അവരെ പിടിച്ചു, എന്നിട്ട് അവരെ പിടിച്ച് കസ്റ്റഡിയിലാക്കി കുറ്റം ചുമത്തി റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ? ശരീരമില്ലാത്ത അവസ്ഥ. ശരീരത്തെ കാണാനില്ല, ഭൂമിയെ കാണാനില്ല എന്ന് വച്ചാൽ ഈ പറയുന്ന ആഹാരാദികളുടെ ദോഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് ശരീര പ്രവർത്തനക്ഷമത അത് നഷ്ടപ്പെട്ടുകൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. അത് തന്നെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ അനുഭവിച്ച സുനാമി പോലെ വെള്ളത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഈ ശരീരത്തിന്റെ അകത്തുള്ള ഈ പറയുന്ന 1/2 വെള്ളം അതിങ്ങനെ അതിക്രമിച്ച് ശരീരത്തെ ഇല്ലാതെയാക്കുന്ന രംഗം. പ്ലൂരസി അല്ലേ? അങ്ങനെ ഒരു രോഗമില്ലേ പ്ലൂരസി? വെള്ളക്കെട്ട്. ഈ അടുത്ത കാലത്ത് പലർക്കും വെള്ളക്കെട്ട്, ലങ്സിൽ മാത്രമല്ല ഹൃദയത്തിലും ഒക്കെ വെള്ളക്കെട്ട് വന്നിട്ട് കുത്തി കളയുക. എൻ്റെ തന്നെ സ്വന്തത്തിൽപ്പെട്ട എൻ്റെ ചേട്ടൻ്റെ അളിയൻ, എൻ്റെ 2ാമത്തെ മരിച്ചുപോയവരുടെ അളിയൻ, അദ്ദേഹത്തിൻ്റെ രോഗം ഇതായിരുന്നു. വളരെ ബുദ്ധിമുട്ട്. നിത്യവും ഇങ്ങനെ വെള്ളം ചോർത്തി കളഞ്ഞാലും പിന്നെയും വെള്ളക്കെട്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹരിശ്ചന്ദ്രൻ? എൻ്റെ ചേട്ടൻ്റെ പേര് ഹരിശ്ചന്ദ്രൻ എന്നായിരുന്നു. പക്ഷേ ഹരിശ്ചന്ദ്ര ചക്രവർത്തിയെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. എങ്ങനെയാണ് മകനുണ്ടായത്? കഥ വളരെ രസമാണ്. അദ്ദേഹം മറ്റാരെയും ഉപാസിക്കാൻ കൂട്ടാക്കിയില്ല. ഉപാസിച്ചത് വരുണനെ. വരുണനാര? പടിഞ്ഞാറ് അറബിക്കടലിൻ്റെയൊക്കെ ഉടമസ്ഥൻ. അപ്പൊ ഈ അറബിക്കടലോ അല്ലെങ്കിൽ കടലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ ഉടമസ്ഥതയാണ് ഈ വരുണൻ എന്ന് പറയുന്ന ദേവനുള്ളത്.
8 ദിക്പാലന്മാര് അല്ലേ, അഷ്ടദിക്പാലന്മാരെന്ന് പറയുന്ന കിഴക്കിന്ദ്രൻ ദേവന്മാരുടെ അധിപതി, ഇവിടെ അഗ്നി, തേജസ്, അതുപോലെ യമൻ നമ്മളെല്ലാം മരിച്ചുപോയാൽ കൊണ്ടുപോയി നമ്മളെയെല്ലാം തന്നെ ഒരു വിചാരണയ്ക്ക് വിധേയനാക്കുന്ന വ്യക്തി. അത് കഴിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറേ മൂല നിരർതി എന്ന് പറയുന്ന ദേവത, നിരർതി നല്ലൊരു ദേവതയെ ഉപാസിക്കാനായിട്ട്. പടിഞ്ഞാട്ടിങ്ങനെ വരുമ്പോഴാണ് വാസ്തവ വരുണൻ എന്ന് പറയുന്ന ജലത്തിൻ്റെ ദേവത, വായുവിൻ്റെ ഭഗവാൻ ഈ അടുത്ത മൂലയിൽ. നേരെ വടക്കോട്ട് പോകുമ്പോൾ കുബേരൻ്റെ, അതായത് ഈ പറയുന്ന സോമൻ എന്ന് പറയുന്ന കുബേരൻ്റെ സ്ഥാനം. നമ്മൾ വടക്കോട്ടേക്ക് ഇരുന്നിങ്ങനെ ജപിച്ച് സ്വർണം വേണം, അത് വേണം, ഇത് വേണം, കാശ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജപിച്ച് നമുക്ക് കുബേരന്മാരാകാനുള്ള ദേവത. അത് കഴിഞ്ഞ് ഈ മൂലക്കിലേക്ക് വരുമ്പോൾ സാക്ഷാൽ പരമേശ്വരൻ, കൈലാസനാഥൻ, ഇങ്ങനെ അഷ്ടദിക്പാലന്മാർ. അതിൽ തെരഞ്ഞെടുത്തത് വാസ്തവത്തിൽ വരുണനെ. വരുണനെ ഉപാസിച്ചുകൊണ്ടൊരു കുട്ടി ഉണ്ടായി. ഹരിശ്ചന്ദ്രന്റെ കഥ വായിച്ചിട്ടില്ലേ? ദേവി ഭാഗവതമൊക്കെ പലവട്ടം നിങ്ങൾ കേട്ട് കാണും. ആ കഥയെല്ലാം തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ വരുണനെ ഉപാസിച്ചുകൊണ്ടൊരു കുട്ടി ജനിച്ചപ്പോൾ അയാൾക്കൊരു ശപഥമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ചോറൂണ് ഇന്നിടത്ത് വെച്ച് നടത്താം, അല്ലെങ്കിൽ ഈ എഴുതിക്കുന്നത് മൂകാംബിയിൽ വെച്ച് നടത്താന്നൊക്കെ ശപഥം ചെയ്യുന്ന പോലെ ഇവിടെയും വരുണനോട് ഒരു വാക്ക് കൊടുത്തു. ഈ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയെ യജ്ഞപശുവാക്കിയിട്ട് മേധിക്കാമെന്ന് ലോകത്ത് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അടുത്തിടെ കഴിഞ്ഞ ബക്രീദ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. അത് കേട്ടോ നിങ്ങളാവോ? മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ? ഈ ഹരിശ്ചന്ദ്രത്തിലെ ഈ പറയുന്ന കഥ അതിനൊരു വേറെ രീതിയിൽ ആവിഷ്കരിക്കുന്നതാണ് ഈ പറയുന്ന ബക്കരി ഈദ്. ബക്കരി ഈദ്, ബക്കരി ആട്. അപ്പൊ ആടിനെ കൊണ്ടുപോയി മേധിക്കുന്ന രീതിയിലേക്കുള്ള കഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയതാ. അല്ലാതെ ഒരു സംസ്കാരവും സ്വന്തം സ്വതന്ത്രം എന്ന് പറയാനില്ല. ഇവിടെ അങ്ങോട്ടും പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും പോന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ കഥയിലും തൻ്റെ മകനെ ബലി കഴിച്ചുകൊണ്ട് വരുണദേവനെ യജ്ഞം നടത്തി ബലി കഴിച്ചുകൊള്ളാമെന്നേറ്റ് ഈ പറയുന്ന ഹരിശ്ചന്ദ്ര ചക്രവർത്തി നേടിയ പുത്രൻ വളർന്നു വരുമ്പോൾ ആ കുട്ടിയെ മേധിക്കാനുള്ള മടി, അതിനെന്ത് പറയും? പുത്രേഷണ. ഈ വാക്കുകളൊക്കെ എനിക്ക് ആവശ്യമാണ്. ഇനി 5-6 ദിവസം പ്രഭാഷണം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ആവശ്യം. പുത്രേഷണ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഓമനത്വം, അതിന് താലോലിക്കുക, പുന്നായിരിക്കുക എന്നൊന്നില്ലാത്ത വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം തന്നെ വരുന്ന രീതി. ഈ കൊച്ചിനെ എങ്ങനെ ഞാൻ മേധിക്കും, ഈ കൊച്ചിനെ യജ്ഞപശുവാക്കിയിട്ട് യജ്ഞം ഞാൻ എങ്ങനെ നടത്തി വരുണന് ഹോമിക്കും, ഈ പറഞ്ഞ രീതികളെല്ലാം തന്നെ ചിന്തിച്ചിട്ട് നാളവ മറ്റന്നാളവ വരുണദേവൻ പലപ്പോഴും ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് തരൂ കുട്ടിയെ തരൂ, കുട്ടിയെ തരൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് മാറ്റിപ്പോയ ഈ സന്ദർഭത്തിൽ കുട്ടി വളർന്നു വലുതായപ്പോൾ തന്നെത്താൻ ഓടി രക്ഷപ്പെട്ടു. അച്ഛനിങ്ങനെ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, വരുണന് എന്നെ ഏതായാലും കൊടുക്കുമെന്നുള്ള ചിന്ത അയാളെ അലട്ടിയപ്പോൾ അയാൾ പോയി രക്ഷപ്പെട്ടു. എന്താ ഉണ്ടായത്? കാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയ കുട്ടിയെ കിട്ടാതെ വന്നപ്പോൾ ആരെ പിടിച്ച് ഞാൻ ഇനി യാഗം നടത്തുമെന്നുള്ള ചിന്ത അലട്ടുന്ന വേളയിലാണ് ഈ ഹരിശ്ചന്ദ്ര ചക്രവർത്തി നെടുനീളത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ശരീരമാസകലം വെള്ളക്കെട്ട്, ശരീരമാസകലം വെള്ളക്കെട്ട്, അജീർണം. അപ്പൊ ഈ എല്ലാ തരത്തിലും ശരീരത്തിൽ വെള്ളം ഇങ്ങനെ കയറിയിട്ട് ശരീരം എത്രമാത്രം വീർപ്പ് കൂട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. ശരീരം മുഴുവൻ നീർക്കെട്ട്. അപ്പൊ നീർക്കെട്ട് വെള്ളക്കെട്ട് കൊണ്ട് ഇങ്ങനെ വീർപ്പ് കൂട്ടുന്ന അവസ്ഥയിലാണ് വസിഷ്ഠമുനി ഇവരെയെല്ലാം തന്നെ ഈ പുരോഹിതൻ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് ക്രീത പശുവിനെ, ഒരു പശുവിനെ വിലയ്ക്ക് വാങ്ങി. അതാണ് ശുനശേപൻ. ആ ശുനശേപനെ കൊണ്ടുവന്ന് ബലി കഴിക്കാൻ നോക്കുമ്പോഴാണ് വിശ്വാമിത്രൻ വന്ന് ശുനശേപനെ രക്ഷിക്കുന്നു. ഏതായാലും വരുണൻ സംപ്രീതനാകുന്നു. ഈ പറയുന്ന ഹരിശ്ചന്ദ്ര ചക്രവർത്തിയുടെ കുട്ടിയും രക്ഷപ്പെടുന്നു. അവിടെ എല്ലാം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ശരീരത്തെ വെള്ളക്കെട്ട് ബാധിക്കാൻ അധികം നേരമൊന്നും വേണ്ട. കാരണം എന്താ? വെള്ളമാണ് 3/2. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ശരീരത്തെ കാണാനില്ല എന്ന് പറയുമ്പോൾ ശരീരം ഉപയോഗശൂന്യമായി. പ്രായം അധികമായില്ല എങ്കിലും ഇതാ പോവുക, ഇതാ മരിക്കാൻ തുടങ്ങുകയാണെന്നുള്ള മട്ടിലേക്ക് നശിച്ച ഒരു ശരീരത്തിന്റെ ഉടമയാകുന്ന രീതി. ഭക്തിയുടെ സന്തതികളായിട്ടുള്ള ആ 2 പേര് ഈ പറയുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ കിടക്കുന്ന രീതി. അവർ കിടക്കുന്ന കണ്ടില്ലേ മഹാത്മ്യത്തില്? ഇടത്തും വലത്തും വശങ്ങളിൽ ഇങ്ങനെ മൃതപ്രായരായിട്ട് കിടക്കുന്ന ശരീരമില്ലാത്തൊരവസ്ഥ. ശരീരമില്ലാത്തതെന്ന് ഉപയോഗശൂന്യം, യാതൊന്നിനും കൊള്ളരുതാത്ത ശരീരമായിട്ട് തീർന്നു. അങ്ങനെ വരരുത് എന്നാണ് വരാഹാവതാരത്തിന്റെ ലക്ഷ്യം. മറന്നു പോകുമോ? നിങ്ങളുടെ ശരീരം നിങ്ങളെ അനുവദിക്കണം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ട് വേണം ഇതെല്ലാം തന്നെ നേടാൻ. ഈശ്വരൻ ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും. ഈശ്വരനെ അവതരിപ്പിക്കണമെങ്കിൽ തന്നെ ശരീരം വേണ്ടേ? ബ്രഹ്മാവിന്റെ ശരീരം ഇല്ലായിരുന്നു എങ്കിൽ അകത്ത് നിന്ന് എങ്ങനെ ഈ പന്നിക്കുട്ടി ഈ തള്ളവരലിന്റെ വലിപ്പത്തിൽ പുറത്തേക്ക് വരിക? ഒന്ന് ജപിക്കാമോ? ഓം നമോ ഭഗവതേ വരാഹരൂപായ, ഓം നമോ ഭഗവതേ വരാഹരൂപായ, ഭൂർഭുവസ്വപതയേ വളരെ അനിവാര്യമായിരിക്കുന്ന ശരീരം ഇല്ലാതെയാകരുത്. ഉടലെടുത്തു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കേണ്ട കർത്തവ്യം നമുക്കുള്ളത് കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം.
എത്ര പേരുണ്ട് ഈ രീതിയിൽ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവർ? ഇന്റർനാഷണൽ യോഗ ഡേ നടന്നു. അങ്ങനെ ഇന്റർനാഷണൽ യോഗ ഡേയിൽ ലോകമെമ്പാടും ഇങ്ങനെ യോഗ കസരത്ത് കാണിക്കുന്ന ചിത്രങ്ങൾ കണ്ടു. ഈ ശരീരത്തെ വേണ്ട രീതിയിൽ മെരുക്കിക്കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും അജയ്യമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്ര പേരെത്തി? ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ ഏറ്റവും ശക്തമായിരിക്കുന്ന ജിതാസനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ശരീരത്തെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് നമുക്ക് വേണം. ജിതാസനം കേട്ടില്ലേ? ആദ്യം പറഞ്ഞത് എന്താ? ശുഖബ്രഹ്മം പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുത്തത് ജിതാസനാകുക, എന്നിട്ട് ജിതശ്വാസനാകുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കിടക്കുന്ന പ്രാണനെ, ആ വായുവിനെയെല്ലാം തന്നെ നിയന്ത്രിക്കണം. അതിന് ശരീരം വേണ്ടേ? അങ്ങനെ ജിതശ്വാസനായി, ജിതാസനായി, ജിതേന്ദ്രിയനായി, ജിതസംഗനായി എന്നുള്ള മട്ടിലേക്ക് വരണമെങ്കിൽ ഈ ശരീരത്തെ തന്നെ ഉപയോഗിക്കണം. ആ ശരീരത്തെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള ഒരു അവതാരമായിട്ട് തന്നെ വരാഹാവതാരത്തെ കണ്ണൊന്ന് ജപിക്കാമോ? ഭഗവാൻ കണ്ണോത്ത് ദേവര അതാണ്. ഇവിടെ ചന്ദനം ചാർത്തില്ലേ? ഇല്ലേ? എപ്പോഴാണ് ചന്ദനം ചാർത്തില്ലേ? ദശാവതാരം. അത് തുടങ്ങണം. നമുക്ക് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. ദശാവതാരം ചന്ദനം ചേർത്ത് ഉത്സാഹിക്കുക. അപ്പൊ എല്ലാ തരത്തിലും മത്സ്യക്കൂർമ്മ വരാഹശ അങ്ങനെയാണ് ചന്ദനം ചേർത്തത്. തോട്ടുവായലൊക്കെയാണ് പണ്ട് തുടങ്ങിയത്, ഇപ്പൊ പലയിടത്തും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ മത്സ്യക്കൂർമ്മ വരാഹശ നരസിംഹശ വാമന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചന്ദനം ചേർത്തും. ഒടുവിലത്തെ ദിവസം ഈ പരിപൂർണ അവതാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ വിരാട് സ്വരൂപത്തേക്ക് ഇങ്ങനെ ചന്ദനം ചേർത്തി നിർത്തും. അപ്പൊ അത്തരത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ അവതാരങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം ഈ വരാഹാവതാരം. നമ്മൾ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് അത് വരച്ച് കാണിക്കുന്നത് ഈ ശരീരത്തിലല്ലേ? കേട്ടോ നിങ്ങൾ? നിങ്ങളുടെ കണ്ണോത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഗ്രഹം നിങ്ങൾ കണ്ടോ? കണ്ടുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വിഗ്രഹത്തില് വരാഹത്തിന്റെ രൂപമുണ്ടോ? അവിടെ ഈ പറയുന്ന ശാന്തിക്കാരൻ അല്ലെങ്കിൽ പൂജകൻ ചന്ദനം ഉപയോഗിച്ചുകൊണ്ട് ഒരു വരാഹത്തിന്റെ ചിത്രം വരച്ച് അതേ രീതിയിൽ ആ വിഗ്രഹത്തെ ആക്കുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഈ രൂപഭാവങ്ങളെ യാതൊന്നുമില്ലാത്ത ഞാൻ ഇതാ രൂപം സ്വീകരിക്കുന്നു എന്ന്. അത് അവതാരം. അവതാരത്തെ പറ്റി മനസ്സിലായോ? രൂപമില്ലാത്ത, ഗുണമില്ലാത്ത, നിർഗുണമായിട്ടുള്ള ആ സ്വരൂപം, ആ ഈശ്വര രൂപം രൂപം സ്വീകരിക്കുന്നത്, രൂപമില്ലാത്ത ഈശ്വരൻ, ആ രൂപം സ്വീകരിക്കുന്നതിന്റെ പേര് അവതാരം. ചന്ദനം ചാർത്തലിലൂടെ നമ്മൾ ഓരോരോ വേഷം കെട്ടിക്കുന്നത് അവതാരം. എന്താ അവതാരം? വേഷം കെട്ടൽ. അപ്പൊ വേഷം കെട്ടലിൽ ഒന്ന് ആദ്യം നമ്മൾ പഠിച്ചതാണ് ഈ പറയുന്ന വരാഹാവതാരം. ഒന്നുകൂടി ജപിച്ചുറപ്പിക്കൂ. ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭൂവസ്വപതയേ ഭൂപതിത്വം മേ ദേഹി തഥാപയ. അപ്പൊ ഈ കഥകളെല്ലാം തന്നെ ഭാഗവത്തിലൂടെ കടന്നു വരുമ്പോൾ ഒടുവിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, ഇന്നലെ ആരോ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, ഏതോ ഒരു വ്യക്തി, രാഷ്ട്രീയക്കാരനാണ്, ഇല്ല ആരാ പറഞ്ഞ ഞാൻ ഓർക്കണില്ല. കഥായിമാസ്തേ കഥിത മഹീയസാം. കഥയെപ്പറ്റി പറയും ഭാഗവത കഥകൾ. കഥ ഇമാസ്തേ കഥിത മഹീയസാം വിദായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂത് നതുപാരമാർദ്ധ്യം. ഈ നതുപാരമാർദ്ധ്യം എന്ന് പറയുന്നത് എടുത്ത് ഉദ്ഘോഷിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയും ഇതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. സ്പീക്കർ പറഞ്ഞ് മിത്ത് മിത്ത് മിത്ത്. അപ്പൊ ഈ ഭാഗവത്തിൽ ഉടനീളം കാണുന്ന യാതൊരു യാഥാർത്ഥ്യമില്ലാത്ത കഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊലിപ്പിക്കും, അതിനെ എക്സാജറേറ്റ് ചെയ്യും. അതല്ല നമ്മുടെ ആവശ്യം. പിന്നെ മലയാളീകരണം ഒന്ന് നോക്കൂ, തിരുവുമ്പിൻ്റെതാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷ കൊണ്ടു ഞാൻ. വിജ്ഞാന വൈരാഗ്യ വിവക്ഷ. നിങ്ങളിൽ എല്ലാവരിലും വിജ്ഞാനവും വേണം, വിരക്തി വൈരാഗ്യവും വേണം. അതിനു വേണ്ടിയിട്ട് മരിച്ചൊര പുണ്യ യശോവിലാസരെ, മരിച്ചുപോയ യശശരീരരായിട്ടുള്ളവര്. എന്ത് ഈ യശശരീരര്? ആ വാക്കുകളെല്ലാം തന്നെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മരിച്ചുപോയവരൊന്നും അതിന് അർത്ഥം കൊടുത്താൽ പറ്റില്ല. യശസ്സാണ് അവരുടെ ശരീരം. അവരുടെ ശരീരം വിട്ടുപോയെങ്കിൽ അവർ ഇന്നും നിലനിൽക്കുന്നു. ദേ ബിലോങ് ടു ദ ഏജസ്. യുഗയുഗങ്ങൾ കഴിഞ്ഞാൽ അവർ മറക്കപ്പെടുന്നില്ല. കാരണം എന്താ? അവരുടെ യശസ് അതിങ്ങനെ അവരെ കൊണ്ടു നടക്കുകയാണ്. യശോവിലാസരെ, മരിച്ചവരെ എന്നുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് നിർത്തരുത് എന്ന്. അപ്പോൾ ഈ മരിച്ചൊര പുണ്യ യശോവിലാസരെ ഉദാഹരിച്ചേ. ഞാനിങ്ങനെ ഓരോരോ സിമ്പലായിട്ട് കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് തന്നു. ഇതിലൊക്കെ നേരിലെന്തുവാൻ വിഭോ, അതിൽ സത്യം എന്തെന്നോ അസത്യം എന്തെന്നോ ഒക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നിട്ടോ വാചക ഭംഗി എന്നിയേ, ഞാൻ ഭംഗിയായിട്ട് അവതരിപ്പിച്ചില്ലേ നല്ലൊരു കഥാപ്രസംഗം. 7 ദിവസക്കാലം കുത്തിയിരുന്നുകൊണ്ട് കേൾക്കാൻ തയ്യാറായിരുന്ന നിന്റെ മുമ്പിൽ ഈ കഥകളെല്ലാം തന്നെ ഭംഗിയായിട്ട് പാടി അവതരിപ്പിച്ചു ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, പരീക്ഷിത്തായതുകൊണ്ട് പെട്ടെന്ന് കയറും, പറഞ്ഞാൽ മനസ്സിലാവും. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ. അപ്പൊ ഇവിടെയും ഈ പറയുന്ന രീതിയിൽ വരാഹാവതാരം വായിക്കുമ്പോൾ അങ്ങനെ ഒരു അവതാരം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും.
ഇനിയും വരും വരാഹം എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വരും വരാതിരിക്കുന്നെങ്കിലും ആയിക്കൊള്ളട്ടെ. ഏതായാലും ഈ വരാഹാവതാരം എന്ന് പറയുന്ന ബ്രഹ്മദേവന്റെ ഉള്ളിൽ നിന്ന് പോന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആരാധകന്മാര് അല്ലെങ്കിൽ ഭക്തന്മാര് അല്ലെങ്കിൽ ഈ പൂജകന്മാര് സാധകന്മാര് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ട ഒരു വിദ്യയാണ് വരാഹത്തിന്റെ അവതാരം. വിദ്യയിലേക്ക് വരാം. എന്താ വിദ്യ? വിദ്യ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രതന്ത്രാദികളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് എപ്രകാരമാണോ നേടേണ്ടതിന്റെ പരമാവധി, അത് വാസ്തവത്തിൽ അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ മാത്രമല്ല, അതെല്ലാം തന്നെ വിട്ടിട്ട് അതിനപ്പുറമുള്ള ഈശ്വരതത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ആ വിദ്യയാണ് വിദ്യ. സാ വിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ. കാമീശ്വരനും കാമേശ്വരിയും കൂടി ഒത്തൊരുമിച്ചിരുന്നു കൊണ്ടുള്ള ശ്രീചക്രത്തിൽ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്ന ആദ്യ മാതാവും ആദ്യ പിതാവും തന്നെ അവരുടെ കൂടിയുള്ള ഇരിപ്പ്, അതാണ് ശ്രീചക്രം. ആ ശ്രീവിദ്യക്ക് അടിസ്ഥാനം. എപ്രകാരമാണോ ഈ പ്രകൃതി പുരുഷന്മാരിങ്ങനെ യോജിച്ചുകൊണ്ട് നിൽക്കുന്നത്, അതിലടങ്ങിയിരിക്കുന്ന തത്വം ഗ്രഹിക്കാൻ കഴിയുന്ന വിദ്യ ശ്രീവിദ്യ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതൊന്നും കിട്ടുകയില്ല. അപ്പൊ എല്ലാ തരത്തിലും അവരെ എങ്ങനെ യോജിപ്പിക്കാം? ശ്രീചക്രം കണ്ടിട്ടില്ലേ? ശ്രീചക്രം നിങ്ങളുടെ വീട്ടിലും വെച്ച് കാണും. താഴെ തന്നൊരു 4 ചക്രം ചതുർഭി ശ്രീകണ്ഠേ. 4 ചക്രം ശിവന്റേത്, അത് കഴിഞ്ഞ മുകളിലേക്ക് ഒരു 5 ചക്രം അത് ശിവയുടേത്. അങ്ങനെ 5, 4, 9 ചക്രങ്ങളുള്ള ഈ ശ്രീചക്രത്തില് ഈ പാർവതീ പരമേശ്വരന്മാരെന്ന് പറയുന്ന പ്രകൃതി പുരുഷന്മാര് അവരിങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അതാണ് സത്യം. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യം. അതാണ് ഈശ്വരതത്വം. അത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ ശരീരം എന്താ? പിണ്ഡം. പിണ്ഡം എന്ന് പറയുന്ന ശരീരം എന്താ? ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ചെറിയ പതിപ്പ്. അവിടെ ആരാണ് ഇരിക്കുന്നത്? അത് ശ്രീചക്രമാണ്. അവിടെ ആരാണ് ഉണ്ടായിരിക്കുക? അവിടെ മറ്റാരുമല്ല, പാർവതീ പരമേശ്വരന്മാര്. എവിടം വരെ നമ്മൾ കടന്നു പോകുന്നത് മനസ്സിലായാവോ? കണ്ണോത്ത് ഭഗവാൻ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നിലൂടെ എന്ന് ചുരുക്കം. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന് വിട്ടുകൊടുത്തോണ്ടിരുന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ കടന്ന് കയറി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാഹത്തെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ വരാഹപൂർത്തിയുടെ ലക്ഷ്യം എന്താ? നിന്റെ ശരീരത്തെ ഇത്തരത്തിൽ ഈശ്വരനെ അവതരിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ളതാക്കി തീർക്കുക. കേട്ടോ? നിങ്ങളത് കേട്ടോ? ഞാൻ പറഞ്ഞത് കണ്ണോത്ത് ഭഗവാനെ അവതരിപ്പിക്കാൻ തക്ക ശേഷി നമ്മുടെ ശരീരത്തിനുണ്ടായിരിക്കണം. ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ എനിക്കിപ്പോൾ മുട്ടുവേദനയുള്ള കാരണം കുറച്ചു നേരം കാല് നീട്ടിയൊക്കെ ഇരിക്കും. അതൊന്നും പാടില്ല. മുട്ടുവേദനയും പാടില്ല, നടുവേദനയും പാടില്ല, ഒരു വേദനയും പാടില്ല. ശരീരമെല്ലാം തന്നെ നമ്മൾ പറയുന്ന രീതിക്ക് ചൊൽപ്പടിക്ക് നിൽക്കുക. അതേ രീതിയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഏതൊരു ഈശ്വര സ്വരൂപത്തെയാണോ വാർത്തെടുക്കേണ്ടത് അത് വാർത്തെടുക്കുക, വളർത്തിയെടുക്കുക. എന്നിട്ടിങ്ങനെ പുറത്ത് എടുത്തു കാണിക്കുക. അത് അവതാരം നടന്നു പോകുമോ? ഒന്നുകൂടി ജപിച്ചാലോ? പതുക്കെ കടന്നു വരട്ടെ. രാത്രി ഉറങ്ങുമ്പോൾ മൂക്കി കൂടി ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം. വരാഹമൂർത്തി വന്നിട്ടുണ്ടോ, പന്നിക്കുട്ടിയുണ്ടോ? ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഓം നമോ ഭഗവതേ വരാഹരൂപായ. ഭുവസ്വപതയേ ഭൂഭുവസ്വപതയേ. ഭൂപതി ത്വമേ ദേഹിതദാപയ. ഭൂപതി ത്വമേ ദേഹിതദാപയ. ഈ അവതാരം തൃതീയ സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ട് സപ്തമസ്കന്ധത്തിൽ വന്നപ്പോഴാണ് നരസിംഹാവതാരം. പരസ്പര പൂരകങ്ങളാണ്. ഞാൻ പ്രയോഗിച്ച വാക്കെന്താ? പരസ്പര പൂരകങ്ങൾ, കോംപ്ലിമെന്ററി. COMPLE അയ്യല്ല, COMPLE. അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ആക്കുന്നത്. ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള 2 അവതാരങ്ങളാണിത്. ഒന്നൊന്നിനോട് പൂരകങ്ങളാണ്. രണ്ടും കൂടി ഇങ്ങനെ യോജിച്ചാൽ മാത്രമേ പരസ്പര പൂരകങ്ങളായിട്ടുള്ള അവതാരങ്ങളിലൂടെ നമുക്ക് ലക്ഷ്യം പ്രാപിക്കാൻ കഴിയൂ. മറന്നു പോകുമോ? അതുകൊണ്ട് നരസിംഹത്തിന്റെ മന്ത്രം ഒന്നുകൂടി ജപിച്ചിട്ട് വീണ്ടും കിടക്കാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു. ജ്വലന്തം സർവതോമുഖം. ജ്വലന്തം സർവതോമുഖം. നൃസിംഹം ഭീഷണം ഭദ്രം. നൃസിംഹം ഭീഷണം ഭദ്രം. മൃത്യും നമാമ്യഹം. മൃത്യും നമാമ്യഹം. ഇന്ന് വരേക്ക് വായിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ലക്ഷ്യം വളരെ പ്രകടിതമായി, വളരെ ഭംഗിയായിട്ട്, വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചു. മൃത്യും. അപ്പോൾ നമ്മുടെ ജീവന്റെ ലക്ഷ്യം, ജനിച്ചതിന്റെ ലക്ഷ്യം, ശരീരം എടുത്തതിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ മൃത്യുവിനെ തരണം ചെയ്യുക എന്ന് വെച്ചാൽ ശരീരം എടുത്തുകൊണ്ട് മരിക്കും, ഉറപ്പല്ലേ? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര മുഖ്യതി എന്ന് ഗീത. ശരീരം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ചെറുപ്പകാലം മുതൽ വളർന്നു വൃദ്ധനായി മരിക്കുന്നവരേക്കുള്ള എല്ലാ സ്റ്റേജസും നമ്മളിൽ കടന്നു വരും. എന്നിട്ട് മരിക്കണം. ആരാ മരിക്കുന്ന? ശരീരം. അപ്പൊ എല്ലാ തരത്തിലും മരിക്കുന്ന ശരീരത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു മന്ത്രമായിട്ട് മൃത്യും എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ നമ്മൾ കാണുകയാണ്. മരിക്കാതിരിക്കുക. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം എടുക്കാതിരിക്കുക. കേട്ടോ? ശരീരം എടുക്കാതിരിക്കുക. അപ്പോൾ ശരീരം എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന അച്ഛനമ്മമാര് കുറ്റവാളികളാണ്.
ഇനി അവർ കുറ്റവാളികളാണെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ള ആരാ? ഇങ്ങനെ അച്ഛനമ്മമാരുടെ സംയോഗവേളയിൽ ഉണ്ടായ അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതി ഉപയോഗിച്ചുകൊണ്ട് സംജാതമായ ഞാനതിനകത്ത് കടന്നു കയറിക്കൊണ്ട് ജനിക്കാൻ പോയത് അതിലേറെ കുറ്റകരമായിട്ടുള്ള കൃത്യം. അപ്പൊ ആരൊക്കെ? അച്ഛൻ, അമ്മ, ഞാൻ. അപ്പൊ ഈ അച്ഛൻ, അമ്മ, ഞാനെന്ന് പറയുന്ന മൂന്ന് കൂട്ടരും കൂടി ഇങ്ങനെ സംഘടിച്ച് ഒരു പ്രത്യേക രീതിയിൽ ജന്മം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറ്റവാളിയാകാൻ കാരണം എന്താ? ശരീരം എടുത്തത് കൊണ്ട്. ഇനി എന്ത് വേണം? ശരീരത്തെ എടുത്തു അതിനെ ഉപയോഗിച്ച് പല പല കാര്യങ്ങൾ ചെയ്തു, പലതും മനസ്സിലാക്കി. പക്ഷേ നമുക്ക് ഇതിൽ നിന്നൊരു വിടുതൽ വേണം. ആ വിടുതൽ എങ്ങോട്ടേക്ക് എന്ന് ചിന്തിക്കുമ്പോഴാണ് അമൃതത്തിലേക്ക്. അതിനുള്ള മന്ത്രമാണ് മൃത്യുമൃത്യും നമാമ്യഹം. ജപിച്ച് ശീലിക്കാമോ ഒന്നുകൂടി? ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം സിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം മൃത്യും നമാമ്യഹം ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ചതുർത്ഥ സ്കന്ധത്തിലെ ശ്രേഷ്ഠപതിയായിരിക്കുന്ന ധ്രുവനെ കണ്ടു, സ്മരിച്ചു നാരദരെ. നാരദന്റെ ഒരേ ഒരു കഴിവ് കൊണ്ടാണ് അയാൾ ഈ 5 വയസ്സുകാരൻ മധുവനത്തിൽ ചെന്ന് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പോൾ ശരീരം എന്തിന്? ശരീരം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ. അതിന് മന്ത്രം എന്താ? ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ഒന്ന് ജപിക്കൂ. ഓം നമോ ഭഗവതേ തുഭ്യം ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ നമഃ സംഘർഷണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതായാലും സുനീതിയുടെ മകനായിരിക്കുന്ന ധ്രുവൻ എന്ന് പറയുന്ന 5 വയസ്സുകാരന് മന്ത്രദീക്ഷ കിട്ടാനുള്ള യോഗ്യത അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാൻ പറ്റാതെ പരിതപ്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ രണ്ടാനമ്മ എന്ന് പറയുന്ന സ്വരുതി ശാസിച്ചിങ്ങനെ ഓടിച്ചത് കൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോഴും നാരായണനെ തന്നെ തപസ് ചെയ്ത കാര്യങ്ങൾ നേടണമെന്ന് പറഞ്ഞതിൽ നിന്ന് നിർത്തിയത് ചിന്തിക്കാൻ. രണ്ടാനമ്മ സ്വരുതി പറഞ്ഞത് എന്താ? നാരായണനെ തപസ് ചെയ്ത് എന്റെ ഗർഭപാത്രത്തിലൂടെ നീ ജനിച്ചു വന്നാൽ അച്ഛന്റെ മടിയിൽ കയറാമെന്ന് അവര്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രവൃത്തി നാരായണനെ തപസ് ചെയ്യുക. അത് കഴിഞ്ഞ് അമ്മയോട് എന്ന് ചോദിച്ചപ്പോൾ അമ്മയും പറയുന്നത് എന്താ? ഈ രണ്ടാനമ്മ സ്വരുചി പറഞ്ഞ സത്യമാണ് മോനെ. അപ്പോൾ ഉടനെ ഇയാളിലുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം നാരായണനെ തപസ് ചെയ്യണം എന്നുള്ള ചിന്ത വന്നു. അമ്മയും അച്ഛനും കൂടി ഉറപ്പിച്ച പോലെ. അപ്പോൾ മാതാപിതാക്കളെല്ലാവരും തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഉപദേശം കൊടുത്ത രീതിയിൽ ധ്രുവൻ എന്ന് പറയുന്ന കുമാരന് നാരായണനെ തപസ് ചെയ്യണമെന്നുള്ള ചിന്ത വന്നപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാരദൻ ഇടയ്ക്ക് വന്ന് ഉപദേശം കൊടുക്കുകയാണോ? നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ എവിടെ നമുക്ക് ഈ അമൃതത്വം സമ്പാദിക്കാം? മൃത്യുമൃത്യം നമാമ്യഹമെന്ന് നരസിംഹത്തിന്റെ മന്ത്രം ജപിക്കുമ്പോൾ കിട്ടുന്ന അമൃതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ഭാഗവത മന്ത്രം ഏത് എന്ന് ചോദിച്ചാൽ ആ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മന്ത്രമായിട്ടും ഭാഗവത മന്ത്രമായിട്ടും നാരദന് ഉപദേശിച്ച ധ്രുവൻ എന്ന് പറയുന്ന കുമാരനിലൂടെ സാക്ഷാത്കാരം, സത്യമായിട്ടുള്ള സാക്ഷാത്കാരം സാധിച്ച ആ മന്ത്രം നമ്മൾ ജപിച്ചേ മതിയാകൂ. ഭാഗവത മന്ത്രം ഓം നമോ ഭഗവതേ. അത് ജപിക്കുമ്പോൾ വെറും നിസ്സാരമായിട്ടുള്ള മട്ടിൽ മെയ്യനങ്ങാതെ അല്ലെങ്കിൽ വളരെയേറെ ലാഘവ ബുദ്ധിയോടുകൂടി പ്രാധാന്യമൊന്നും മനസ്സിലാക്കാതെ വെറുതെ ജപിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ജപിക്കേണ്ടത് എങ്ങനെ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വളരെയേറെ ശ്രദ്ധാഭക്തി പുരസ്സരം തന്നെ ജപിക്കണം. താഴത്തുനിന്ന് തലയിലേക്ക് കയറത്തക്ക രീതിയിൽ ജപിക്കണം. ഒരിക്കൽ ഇട്ടു തന്നതാണ് നിങ്ങളുടെ താഴത്താര കസേര, വെളുത്ത കസേര. താഴത്താര എന്ന് ചോദിച്ചാൽ നമ്മുടെ നട്ടലിന്റെ ചുവട്ടിൽ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചാൽ അവിടെ നിന്ന് തുടങ്ങായി പ്രയാണം. നമ്മുടെ യാത്ര എല്ലായ്പ്പോഴും ഈ മൂലാധാരം എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയേ മതിയാവൂ. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തില് മൂലാധാരക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്നുള്ള മന്ത്രം വന്നത്. അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിലേക്ക് കടന്ന് പിന്നെ ഈ പറയുന്ന മണിപൂരാബ്ജ നിലയ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മണിപൂരാന്ത അതിൽ നിന്നുള്ള വിഷ്ണുഗ്രന്ഥിയെ ഛേദിക്കാൻ പറഞ്ഞത്. 6ാമത്തെ സ്ഥലത്തേക്ക് ചാടിക്കയറി രുദ്രഗ്രന്ഥിയെ ഭേദിക്കാൻ പറഞ്ഞ ഒരു മാർഗം നിർദ്ദേശിച്ചതാണ് ലളിതാ സഹസ്രനാമത്തിലെ മാർഗം.
നമ്മൾ ഏത് രീതിയിലാണ് അവലംബിക്കേണ്ടത്, ഏത് രീതിയിലാണ് കടന്നു കയറേണ്ടതെന്ന് വ്യക്തമായിട്ട് പുരാണങ്ങളിലൂടെ കാണാം. ദേവീഭാഗവത്തിൽ പലയിടത്തും ഇത് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വന്നിട്ടുണ്ട്. ശിവപുരാണത്തിലും ഒട്ടും കുറവല്ല. ഒടുവിലേക്ക് കിടക്കുമ്പോൾ ഈ ഷഡ്ചക്രങ്ങളെ ഭേദിക്കണം, ഇന്ന രീതിയിൽ ഭേദിക്കണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ ഷഡ്ചക്രങ്ങളെ ഭേദിക്കുന്ന രീതിയിൽ തന്നെ ദ്വാദശാക്ഷരി ജപിക്കുക. വരാഹമന്ത്രമായാലും ഈ പറയുന്ന നരസിംഹമന്ത്രമായാലും അതിനെല്ലാം തന്നെ അടിസ്ഥാനമായിരിക്കുന്ന ദ്വാദശാക്ഷരി മന്ത്രമായാലും ഇതെല്ലാം തന്നെ നട്ടെല്ലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ജപിച്ചെങ്കിൽ മാത്രമേ നട്ടെല്ലെന്ന് പറയുന്ന തൂണ് പൊട്ടിച്ച് നരസിംഹം പുറത്തേക്ക് വരൂ. പ്രാണായാമാദികളിലൂടെ അകത്തുകൂടി കൊള്ളുന്ന ഈശ്വരനെ നാസാദ്വാരത്തിലൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റൂ. എന്ത് വേണം? ഈ പറയുന്ന ഷഡ്ചക്രങ്ങളെ ഭേദിക്കുന്നൊരു പ്രവണത നമുക്കുണ്ടാക്കിയെടുക്കണം. ജപിക്കാൻ നോക്കൊന്ന് ഇരിക്കണ്ടോ? അതേപോലെ വരണ്ടോ? ശ്രദ്ധ. ഇന്നത്തെ നാണാവോ? കൂട്ടൻകടലയാണോ? അല്ല, ഇന്ന് വേറെ, ഇന്ന് പുഴുക്കാം, ചക്കപ്പുഴുക്ക്. അപ്പൊ ഏതായാലും എന്തുമാകട്ടെ, നമുക്കിങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ഒന്ന് തുടങ്ങാം. ഈ മൂലാധാരം മുതൽ അതിപ്പോഴേ തുടങ്ങിയാൽ ദുന്തുകാരി എങ്ങനെയാണ് അങ്ങനെ രക്ഷപ്പെട്ടതെന്നൊന്നും അറിയണ്ടേ? ഒരു പ്രേതവും, നമ്മൾ പ്രേതമൊന്നും ആയിട്ടില്ല. അപ്പൊ പ്രേതമാകാത്തത് നമ്മൾക്ക് സാധിക്കില്ലേ? ഒരു പ്രേതത്തിന് ഇങ്ങനെ ഒരു മുളംകുഴലിന്റെ ഉള്ളിൽ കയറി പൊട്ടിച്ചു മുകളിലേക്ക് പോകാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരു ചിന്ത നമ്മൾ വളർത്തിയെടുക്കുക. തുടങ്ങാം. മൂലാധാരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നട്ടെല്ലിന്റെ ചുവട്ടില്, നട്ടെല്ല് കാണുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ഒന്ന് കാണൂ നട്ടെല്ല്. ആ നട്ടെല്ല് 32 കശേരു എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് കാണൂല്ലേ? അതിന്റെ അവസാന ഭാഗത്ത് ചില കശേരുക്കൾ ഇങ്ങനെ ഉരുകി ഒന്നായിട്ട് ചേർന്നിരിപ്പുണ്ട്. ആ ഭാഗത്തേക്ക് സുഷുമ്നാഘട്ടം വന്ന് അവസാനിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് നാളെ ചതുർദള പത്മം. ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക. ഈ ചതുർദള പത്മത്തില് നമ്മൾ 4 അക്ഷരങ്ങൾ കാണുന്നുണ്ട്. ആ 4 അക്ഷരങ്ങളെ കൊണ്ട് 4 ദളങ്ങൾ നിറച്ചു വച്ചിരിക്കുകയാണ്. 4 ദളം, താമരപ്പൂവായതുകൊണ്ട് 4 എതള്. ആ 4 എതളിലും 4 അക്ഷരങ്ങളുണ്ട്. വംശം ഷംസം, വംശം ഷംസം. ഈ അക്ഷരങ്ങൾ 4ഉം വ്യഞ്ജനാക്ഷരങ്ങളിലെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ളതാണ്. വംശം ഷംസം, വംശം ഷംസം. 4 ദളങ്ങൾ. ഈ 4 ദളങ്ങളെ ഭംഗിയായിട്ട് കണ്ടുകൊണ്ട് അവിടെ ഒരു ത്രികോണ നിർമ്മിതി നമ്മൾ കാണുന്നു. ത്രികോണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജ്യാമിതിയില് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു നല്ല ജ്യോമെട്രി. അതാണ് വാസ്തവത്തിൽ ശ്രീചക്രത്തിലും നമ്മൾ കാണുന്നതിന്റെ നടുവില് ആ ബിന്ദുസ്ഥാനത്ത് നമ്മൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കണം. എവിടെ? മൂലാധാരം എന്ന് പറയുന്ന നട്ടെല്ലിന്റെ ചുവട്ടിലേക്ക് വന്ന് ജനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്കുള്ള സ്ഥാനത്ത് അവിടെയുള്ള 4 എതളുള്ള പത്മത്തിന്റെ നടുവിലുള്ള ഒരു ത്രികോണം, അതിന്റെ നടുവിലുള്ള ബിന്ദുവിലേക്ക് നമ്മൾ കണ്ണും നട്ടുകൊണ്ട് ജപിക്കുക. ഭഗവാൻ ഈ പറയുന്ന വിഷ്ണു അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കട്ടെ. ഒരു കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അവിടെ ഭഗവതി എന്ന് കിടപ്പുന്നുണ്ട്. കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ 3 ചുറ്റായിട്ട് 3.5 ചുറ്റായിട്ടൊരു പാമ്പിന്റെ രീതിയിൽ ഗണപതിയും അവിടെ ഭഗവതിക്ക് സഹായമായിട്ടുണ്ട്. അങ്ങനെയുള്ള സങ്കേതത്തില് നമ്മൾ ജപം തുടങ്ങുകയാണ്. ഗുരുദേവനത് ഭംഗിയായിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. ഇരുപുറവൻ വരുമാറ് അവസ്ഥയെപ്പോത്തൊരു കൊടി പടർന്ന് ഉയർന്ന മേവം തരുവിനടിക്ക് തപസ് ചെയ്തു വാഴുന്നതിന് വരാ നരകം. നട്ടെല്ലിന്റെ ഉള്ളിലുള്ള സുഷുമ്നാഖണ്ഡത്തെ അദ്ദേഹം വൃക്ഷമായിട്ട് പറഞ്ഞ് അതിന്റെ ഏറ്റവും ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നരകം വരില്ല, താഴത്തേക്ക് പോകേണ്ട ഗതികേട് വരില്ല എന്ന്. അരക്കെട്ട് വിട്ട് താഴത്തേക്ക് പോകുന്ന അതല്ല സുതലാദികൾ പാതാളം വരേക്കുള്ളത്, അങ്ങനെയുള്ള സംഗീതത്തേക്ക് നിങ്ങൾ അധപ്പതിക്കുകയില്ല എന്ന് ഗുരുദേവനും പാടി. അത്തരത്തിലുള്ള മൂലാധാരത്തെ നല്ലപോലെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് ജപിച്ചു നോക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഈശ്വര കൃപ കൊണ്ട് താഴത്തെ തട്ടുകൾ നമ്മൾ പതുക്കെ കയറും. അങ്ങനെ കയറി വരുമ്പോഴാണ് ലിംഗഭാഗത്തെ കാണുന്നത്. ആ ലിംഗഭാഗത്തിന് സ്വാധിഷ്ഠാനം എന്നെല്ലാം തന്നെ പേര് പറഞ്ഞു യോഗിമാര്. അതും വാസ്തവത്തിൽ ഭാഗവത്തിൽ അന്യത്ര നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള 2ാമത്തെ തട്ട് ലിംഗഭാഗം. അവിടെ ഒരു 6 എതളുള്ള പത്മമാണ് യോഗികൾ കാണുന്നത്. അതാണ് ബം ഭം മം യം രം ലം. ബം ഭം മം യം രം ലം. ബം ഭം മം യം രം ലം. ഇങ്ങനെ 6 അക്ഷരങ്ങൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്ന അത്തരത്തിൽ 6 ദളങ്ങളുള്ള താമരപ്പൂ സ്വാധിഷ്ഠാനം.
അവിടെയും നമുക്കിങ്ങനെ കയറി ഇരുന്നു കൊണ്ടൊന്ന് ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പതുക്കെ മുകളിലേക്ക് കയറി അപ്പോഴാണ് ലളിതാ സഹസ്രനാമത്തിലുള്ള ഈ മണിപൂരം ദളിത വിഷ്ണുഗ്രന്ഥി അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് വന്നു. മണിപൂരം എന്ന് പറയുന്ന നാഭീചക്രം അമ്മയുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ അമ്പിരിക്കൽ കോട് മുഖാന്തരം നമ്മൾ സൂക്ഷ്മരസത്തെയെല്ലാം തന്നെ ഉൾക്കൊണ്ട് ആ വളർന്നു പോകുന്ന സങ്കേതം മണിപൂരം എന്നാണ് പേര്. അവിടെയാണ് വാസ്തവത്തിൽ 10 ദളങ്ങളുള്ള ഒരു പത്മമാണ് വിവക്ഷിക്കുന്നത്. 10 ദളങ്ങളുള്ളത് അവിടെയാണ്. ഡം ധം നം തം ധം ദം ധം നം പം ഭം. ഡം ധം നം തം ധം ദം ധം നം പം ഭം. ഡം ഡം നം തം ധം ദം ധം നം പം ഭം. അപ്പൊ ഇത്തരത്തിലുള്ള 10 ദളങ്ങളുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ് ഈ പറയുന്ന മഹാവിഷ്ണുവിനെ, സാക്ഷാൽ ഈശ്വര സ്വരൂപത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കേറി നമ്മൾ അനാഹതം എന്ന് പറയുന്ന ഹൃദയപത്മത്തിലേക്കായി 4ാമത്തെ സ്ഥാനമാണ് അനാഹതം. 4ാമത്തെ സ്ഥാനം കൃഷ്ണൻ അവതരിക്കാനുള്ള 4ാമത്തെ ദിനമാണ്, 4ാവിടമാണ്. അവിടെ സത്വാപത്തി എന്ന് പറയുന്ന 4ാമത്തെ ദിവസത്തിൻ്റെ ലക്ഷണവും അല്ലെങ്കിൽ സോപാനവും ഉണ്ട്. അവിടെയാണ് നമ്മൾ പിന്നെ കടന്ന 12 ദളങ്ങളാണ്. 12 ദളങ്ങളുള്ള താമരപ്പൂവ്. ആ 12 ദളങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് ആദ്യത്തെ 12 വ്യഞ്ജനാക്ഷരങ്ങളാണ്. കം ഖം ഗം ഖം ങം ചം ഛം ജം ഛം ഞം ടം ഠം. കം ഖം ഗം ഖം ങം ചം ഛം ജം ഛം ഞം ടം ഠം. കം ഖം ഗം ഖം ങം ചം ഛം ജം ഛം ഞം ടം ഠം. 12 ദളങ്ങൾ. അവിടെയും നമുക്കിങ്ങനെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോട് ചേർത്ത് ഈശ്വര സ്വരൂപത്തെ ഇങ്ങനെ താഴത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലേക്ക് എത്തിച്ച് നടുഭാഗം എന്ന് പറയുന്ന മധ്യവർത്തിയായിരിക്കുന്ന ഹൃദയത്തിലേക്ക് നമ്മൾ ആവാഹിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് ജപിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ കയറി ഈ 5ാമത്തെ സ്ഥാനം, അതിനെ നമ്മൾ കണ്ഠപ്രദേശം എന്ന് പറയും, കഴുത്ത്. ആ കണ്ഠപ്രദേശത്തെ വിശുദ്ധി എന്ന് പറയുന്ന ചക്രമായിട്ടാണ് യോഗികൾ പറയുക. അവിടെ ഈ പറയുന്ന 16 ദളങ്ങളാണ്. 16 ദളങ്ങൾ വരാൻ കാരണം ഷോഡശാക്ഷരി വിദ്യ. ആ 16 അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന ആ മുതൽ ആ വരേക്കുള്ള അക്ഷരങ്ങൾ, അത് അവിടെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. ആ കണ്ഠപ്രദേശം ശബ്ദം ഇങ്ങനെ വൈഖരീഭാവത്തിലേക്ക് പുറത്തേക്ക് വരുന്നതിന് ഉതകുന്നൊരു സങ്കേതവും കൂടിയാണ് ഈ പറയുന്ന കണ്ഠപ്രദേശം. അവിടെ നമ്മൾ 16 ദളങ്ങൾ അം ആം ഇം ഈം ഉം ഊം എറും ഇലും ഇലൂം ഏം ഐം ഓം ഔം അം ആം ഇം ഈം ഉം ഊം എറും ഇലുമിലൂം ഏം ഐം ഓം ഔം അം ഇങ്ങനെ 16. അവിടെയും നമുക്കൊന്ന് ജപിച്ച് ശീലിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 6ാമത്തെ സങ്കേതം നെറ്റി തന്നെയാണ്. ആജ്ഞാചക്രാന്തരാള സ്ഥലത്തില ഗ്രന്ഥി വിഭേദിനി എന്ന് ലളിത. ഏതായാലും 6ാമത്തെ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇനി അവശേഷിച്ചിരിക്കുന്ന 2 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വ്യഞ്ജനാക്ഷരങ്ങളുമാണ്. ഹംക്ഷം
രണ്ട് തിളങ്ങളുള്ളൊരു പത്മത്തെ അവിടെ കണ്ടുകൊണ്ട് ആ ഭ്രൂമധ്യം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന മർമ്മസ്ഥാനത്ത് രണ്ട് തിളങ്ങളിൽ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്ന ഹംഷം അവിടെയും ലക്ഷ്യമിട്ടുകൊണ്ടൊന്ന് ജപിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ഓം വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഹസ്രാര പത്മത്തിലേക്ക് ദ്വാരകയിലേക്ക് കയറാനുള്ള യോഗ്യതയായി നമുക്ക് അവിടെ പ്രവേശിക്കാം. അവിടെയാണ് സുധാസിന്ധു, അവിടെയാണ് ഈ അമൃതം നിറഞ്ഞിരിക്കുന്ന സമുദ്രം, അതിൻ്റെ നടുവിലാണ് ഈ കർണിക, അവിടെയാണ് ഈ പറയുന്ന മണിദ്വീപ്. ദേവി ഭാഗവതം വിവക്ഷിക്കുന്ന രീതി കൈലാസം എന്ന് പറഞ്ഞാലും തെറ്റില്ല, വൈകുണ്ഠം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അതിനതീതമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മളെ ഭാഗവതം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സഹസ്രാരപത്മത്തിലേക്ക് എത്തിയിട്ടൊന്ന് ജപിക്കാം. സഹസ്ര ദളപത്മസ്ഥ സർവപത്മോപശോഭിനി എന്ന് പറയുന്ന അമ്മയെ പറ്റി പറയുന്ന പോലെ സഹസ്രാര അംബുജാരൂഢ സ്വധാ സാരാഭിവർഷിണി എന്ന് പറഞ്ഞുകൊണ്ട് അമൃതത്തിന്റെ ഈ സങ്കേതത്തിലേക്ക് എത്തുകയാണ്. ഏഴാമത്തേത് സപ്താഹം എന്ന് പറയുന്ന 7 ദിവസത്തെ വായനയിലൂടെ 7ാമത്തെ സങ്കേതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ തലയിലെത്തുന്നു. അമൃതത്തിന്റെ അനുഭൂതി ഉണ്ടാകുന്നു. ജന്മമരണ വിഹീനമായിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ആർജിക്കുന്നു. അവിടെയും ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഇവിടെയാണ് മൃത്യുമൃത്യം നമാമ്യഹം. ഇവിടെയാണ് മൃത്യുവിനെ മൃത്യോ അല്ലെങ്കിൽ മൃത്യുവിനെ കൊല്ലുന്ന മരണത്തെ ഇല്ലാതെയാക്കുന്ന അമൃതാനുഭൂതി. ദ്വാദശാക്ഷരി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മധുവനത്തിലേക്ക് കടന്നു. ധ്രുവൻ എന്ന് പറയുന്നത് ഇവിടെയാണ് സത്യമാകുന്നത്. മധു എന്ന് പറയുന്ന ആ മധുവനത്തിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞുളമ്പിയിരിക്കുന്ന മധു എന്ന് പറയുന്ന പീയൂഷം അല്ലെങ്കിൽ അമൃതം എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ എത്തിയെന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അമൃതവനത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയും മധുവനത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതല്ലാതെ വേറെ അർത്ഥമില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ലഭിച്ചു ഈ അമൃതാനുഭൂതി നമ്മൾ ആസ്വദിച്ചു. അപ്പോൾ വരാഹാവതാരത്തിലൂടെ ശരീരത്തെ ഇങ്ങനെ മെരുക്കി നിർത്തിയിരിക്കുന്ന ഒരു സാധകൻ, വേണ്ടത്ര രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമ, പടിപടിയായിട്ട് ഇത്തരത്തിൽ നട്ടെല്ലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കയറാനുള്ള വിദ്യയെല്ലാം തന്നെ പഠിച്ച് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ താണ്ടി അങ്ങനെ ദ്വാദശാക്ഷരി മന്ത്രമോ ഇതര മന്ത്രമോ ജപിച്ച് കയറി ആ ആരോഹണ പ്രക്രിയയിലൂടെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട ആ അനുഭൂതി, അതാണ് മൃത്യുമൃത്യും നമാമ്യഹം. താഴത്തേക്ക് പോരാൻ പതുക്കെ ഈ തലയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പോരുക. ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ താഴത്തേക്ക് പോരുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ 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 വാസുദേവായ. വൈകുണ്ഠവാസിയായിട്ടുള്ള വാസുദേവൻ തന്റെ കാവൽക്കാരായിട്ടിരിക്കുന്ന ജയവിജയന്മാരെ താക്കീത് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അവസരം പ്രദാനം ചെയ്ത് ഓരോരോ അവതാരങ്ങൾ എടുത്തുകൊണ്ട് അവർ ജനിച്ച സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവരെ ഉണർത്തി കൊണ്ടുപോകുന്നത് ഈ മാർഗത്തിലൂടെയാണ്. അത് കുറച്ചുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതര കഥാപാത്രങ്ങളെയും കഥാഗോളങ്ങളെയും ഭാഗവത്തിൽ ഇട്ടു തന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരകയറുകയാണ്. എല്ലാ തരത്തിലും ഇങ്ങനെ ഉയർന്നു കയറുകയാണ്. ഈ ആരോഹണ പ്രക്രിയ സാധിക്കലാണ് ജീവന്റെ ലക്ഷ്യം. അതാണ് വാസ്തവത്തിൽ മൃത്യുമൃത്യം നമാമ്യഹം എന്ന് പറയുന്ന മന്ത്രത്തിലൂടെയും പ്രഹ്ലാദകുമാരനാണ് സാധിച്ചത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രഹ്ലാദകുമാരൻ മാറി നിൽക്കുന്നു. നരസിംഹമൂർത്തി ഇങ്ങനെ ആ കസേരയിൽ കൊത്തിയിരുന്നുകൊണ്ട് തന്റെ തന്നെ മറ്റൊരു ഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ പിടിച്ചു വലിച്ചു തന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് മാർഗം കയറി അങ്ങനെ മോക്ഷം കൊടുക്കുന്നു എന്നത് 3 ആൾക്കാരവിടെ ഉണ്ട് എന്ന് ചിന്തിക്കരുത്.
ആ മൂന്നും ഒന്നാണ്. അത് പ്രഹ്ലാദനാണ്, അത് ഭക്തിയുടെ പാരമ്യമാണ്, അത് ഭക്തിയുടെ പ്രതീകമാണ്, ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അയാൾ സാധിക്കുകയാണ് പടിപടിയായിട്ടുള്ള മുകളിലേക്കുള്ള കയറ്റം. ആരോഹണത്തിന്റെ പടികളെല്ലാം തന്നെ കടന്നു കയറുന്ന രീതിയാണ് അവിടെ. ഇത് തന്നെയാണ് ബ്രഹ്മദേവനും. കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ബ്രഹ്മദേവന് ഭൂമിയെ കാണാനില്ല എന്ന് പറഞ്ഞ ശരീരത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണാതെ പോയി തിരോഭൂതമായി ആ ശരീരത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ക്ഷമത കൈവരിക്കുന്ന രീതിയിലേക്ക് പോന്നിട്ടാണ് ഈ നരസിംഹാവതാരം സാധിക്കുന്ന. വരാഹാവതാരത്തിലൂടെ നരസിംഹാവതാരം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രണ്ടുപേരും അവരുടെ ആദ്യത്തെ ജന്മം അങ്ങനെ അവസാനിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു ഇനിയും കാണാം. എത്ര സുന്ദരമാണ് ഈ പോക്കം നോക്കൂ. ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ പറയുന്ന അവതാരങ്ങളും അതിന് ആവശ്യമായ ഈ ജന്മങ്ങളും ഇതെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വേദവ്യാസര് ഇങ്ങനെ കഥകളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് പോകുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? ഉയർച്ച. ഏതൊരു ഉയർച്ചയാണ് നമുക്ക് ആവശ്യം? ശരീരം കൊണ്ട് നേടുക. എന്നിട്ട് ശരീരത്തെ വലിച്ചെറിയാം. ഉയർന്നു ഉദാത്തമായിരിക്കുന്ന വളരെയേറെ എലൈറ്റ് ആയിരിക്കുന്ന വളരെയേറെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ പിന്നെ ശരീരത്തിന്റെ ആവശ്യകതയില്ല. യു ക്യാൻ വെരി വെൽ ത്രോ ഇറ്റ് അവേ. അതിനെ നിങ്ങൾക്ക് വലിച്ചെറിയാം. അതിന് പിണമെന്നാണ് പറയുക, ശവം എന്നാണ് പറയുക. അപ്പോൾ ശവം എന്ന് പറയുന്ന ശരീരത്തെ ശിവമാക്കിക്കൊണ്ട് ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടൊരു ലബോറട്ടറിയിൽ നമ്മൾ എപ്രകാരമാണോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്, അതേ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ശരീരമാണ് ഗാത്രം, പാത്രം എന്ന് പറയുന്ന ഈ ശരീരം. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, ജപിക്കൂ. ഓം നമോ ഭഗവതേ തുഭ്യം. ഓം നമോ ഭഗവതേ തുഭ്യം. വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ നാരായണായ. 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 കമലദള നയന ജയ 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 ജഗത്പദേ കാരുണ്യവാരിധേ കൃഷ്ണ നമോസ്തുതേ. ഓം നമോ വാസുദേവായ.